ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ മൈഥിലി, അധ്യായം 13. ക്ലോക്കിൽ 5 അടിക്കുന്നത് കേട്ടുകൊണ്ടാണ് പ്രസാദ് ഉണർന്നത്. മറയുന്ന സൂര്യൻ്റെ ചൂട് കുറഞ്ഞ വെയിൽ ജനാലച്ചില്ലുകളിൽ തട്ടി പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അയാൾ കുറേ നേരം അലസനായി കിടന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. തലയ്ക്ക് ഒരു മരവിപ്പ് പോലെ. മൈഥിലി എവിടെ? അയാൾ സാവധാനം എഴുന്നേറ്റ് കിടപ്പുമുറിയിൽ നിന്നിറങ്ങി. ഡൈനിങ് ടേബിളിൽ അടച്ചു വച്ചിരുന്ന ചോറും കറികളും അപ്പോഴാണ് അയാൾ കണ്ടത്. ആ പൗലോസ് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. മൈഥിലിയോട് എന്തെല്ലാമാണ് ഉച്ചയ്ക്ക് പറഞ്ഞത്. കഷ്ടം. സ്വീകരണ മുറിയിലെ സോഫയിൽ അവൾ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. മുടി കെട്ടഴിഞ്ഞ് കവിളിലേക്ക് ചിതറി വീണിരുന്നു. കവിളിൽ കണ്ണീരൊഴുകിയ നനവുണ്ടായിരുന്നു. പ്രസാദിന് ലജ്ജയും സങ്കടവും തോന്നി. ആ പൗലോസ് കള്ളു കുടിച്ചിട്ട് എന്തോ പറഞ്ഞതും കേട്ട് അയാൾ സാവധാനം സോഫയുടെ വക്കിലിരുന്ന് അവളുടെ അനാവൃതമായ പിൻകഴുത്തിലൂടെ വിരലൊടിച്ചു. അവൾ ഞെട്ടിയുണർന്ന് തലയുയർത്തി നോക്കി. പ്രസാദാണെന്ന് കണ്ടപ്പോൾ അവൾ വീണ്ടും മുഖം അമർത്തി കിടന്നു കളഞ്ഞു. സോറി മൈഥിലി, അയാൾ പറഞ്ഞു. അവൾ ഒന്ന് തേങ്ങിയെന്ന് തോന്നി. പ്രസാദ് അല്പം ബലം പ്രയോഗിച്ച് അവളെ മലർത്തിക്കിടത്തി. അവൾ പ്രതിഷേധിച്ചില്ല. പിണങ്ങിയാണോ? അയാൾ മൃദുവായി ചോദിച്ചു. അവൾ മിണ്ടിയില്ല. ആ പൗലോസിനെ കണ്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്. ഞാൻ പറഞ്ഞതൊന്നും മൈഥിലി കാര്യമായിട്ടെടുക്കരുത്. ഒക്കെ മറന്നേക്കുക. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഊണ് തയ്യാറാക്കി വെച്ച് ജലപാനം പോലും ഉപേക്ഷിച്ച് ഞാൻ പ്രസാദേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. പ്രസാദേട്ടനോ അപ്പോൾ ഹോട്ടലിൽ സദ്യ ഉണ്ണുകയായിരുന്നു. മൈഥിലി, ഞാൻ പറഞ്ഞില്ലേ, വരാൻ പറ്റില്ലെന്ന് ഒന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ? ഇത്ര വൈകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നിട്ട് വന്നപ്പോൾ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞോ? അതിനു പകരം അവൾക്ക് കരച്ചിൽ പൊട്ടി. പ്രസാദ് അവളുടെ കവിളിലെ കണ്ണീര് തുടച്ചിട്ട് അവളുടെ ചുണ്ടിൽ ഉമ്മ വെച്ചു. അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ക്ഷമിക്കു പൊന്നെ, ഞാനപ്പോൾ ആ മൂഡിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി. വാ, എനിക്ക് വിശക്കുന്നു, ചോറെടുത്തതാ, അയാൾ പറഞ്ഞു. അവൾ അനങ്ങിയില്ല. വയ്യെങ്കിൽ വേണ്ട, ഞാനെടുത്ത് ഉണ്ടോളാം. ആവോലിയുടെ കാര്യം ഞാൻ മറന്നേ പോയി. അയാൾ എഴുന്നേറ്റ് ഊണുമുറിയിലേക്ക് നടന്നു. മൈഥിലി എഴുന്നേറ്റ് അയാളുടെ പിന്നാലെ ചെന്നു. മുഖം കഴുകിയിട്ട് അവൾ അയാൾക്ക് ചോറെടുത്തു കൊടുത്തു. മൈഥിലി ഉണ്ണുന്നില്ലേ? അയാൾ ചോദിച്ചു. പിന്നെ മതി, അവൾ പറഞ്ഞു. പ്രസാദ് മറ്റൊരു പ്ലേറ്റിൽ ചോറെടുത്തു വെച്ച് അവളെ അതിനു മുൻപിൽ പിടിച്ചിരുത്തി. അവർ നിശബ്ദരായി ഊണ് കഴിക്കാൻ തുടങ്ങി. ആ നിശബ്ദത അയാൾക്ക് അസഹനീയമായി തോന്നി. ആവോലി കറി വെച്ചത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കൂ, അയാൾ പറഞ്ഞു. അവൾ ഒന്നും പറഞ്ഞില്ല. ശരി, എങ്കിൽ ഞാൻ തന്നെ ചോദിച്ചിരിക്കുന്നു. കറി കൊള്ളാം. എരിവും പുളിയും പാകത്തിന്. വെളിച്ചെണ്ണ സ്വല്പം കൂടി ഒഴിക്കാമായിരുന്നു. എന്നാലും പ്രമാദമാണ് ടേസ്റ്റ്. അറിയാതെ ഒരു പുഞ്ചിരി മൈഥിലിയുടെ മുഖത്ത് തെളിഞ്ഞു. ആവൂ, സമാധാനമായി. അയാൾ ദീർഘമായി നിശ്വസിച്ചു. ഇല്ല, ഞാൻ പിണക്കം തന്നെയാണ്. അവൾ കപട ദേഷ്യം ഭാവിച്ചു. അതൊക്കെയാവാം, തെറ്റില്ല. പക്ഷേ വേഗമുണ്ണു. നമുക്ക് സിറ്റിയിലേക്ക് പോകണം. എന്തിന്? കലാഭവനിൽ ചാപ്ലിൻ്റെ ഒരു പടമുണ്ട്. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ അവൾ റെഡിയായി. നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ട് തൊട്ടിട്ട് അവൾ അവസാനമായി നിലക്കണ്ണാടിയിലൊന്ന് നോക്കി. കൊള്ളാം, അവൾക്ക് തൃപ്തി തോന്നി. എങ്കിലും ഈ പ്രസാദേട്ടൻ ഒരു ഭയങ്കരനാ. തിരിഞ്ഞു നിന്ന സ്നേഹം കലർന്ന പരിഭവത്തോടെ മൈഥിലി പറഞ്ഞു. എന്താ? എന്നോട് അന്നേരം എന്തൊക്കെയാ പറഞ്ഞത്? സങ്കടം കൊണ്ട് ചത്തുപോകുമെന്ന് ഞാൻ വിചാരിച്ചു. വല്ലപ്പോഴും അല്പം ഇണക്കവും പിണക്കവുമൊക്കെ ഇല്ലെങ്കിൽ ഇത് പിന്നെ എന്ത് ദാമ്പത്യം മോളെ? അയാൾ അവളെ കരവലയത്തിലൊതുക്കി അമർത്തി. മതി, പോകാം. സാരി ചുളിഞ്ഞത് നേരെയാക്കി അവൾ പറഞ്ഞു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രസാദിൻ്റെ മനസ്സിലേക്ക് പതിവില്ലാത്ത വിധം മീര കടന്നു വന്നു. അയാൾക്ക് പെട്ടെന്നൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. മുറിയിൽ ഓറഞ്ച് നിറമുള്ള മങ്ങിയ വെളിച്ചമായിരുന്നു. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ മൈഥിലി ചരിഞ്ഞു കിടന്ന് ഉറങ്ങുകയായിരുന്നു. മുകളിലേക്ക് കയറിപ്പോയ അവളുടെ നൈറ്റ് ഗൗൺ വെള്ളിപ്പാദസരങ്ങളും കണങ്കാലിൻ്റെ പാതിയും വെളിവാക്കിയിരുന്നു. പ്രസാദ് എഴുന്നേറ്റ് ഒരു സിഗരറ്റ് കത്തിച്ചു. അയാൾ സ്വീകരണ മുറിയിലേക്ക് ചെന്ന് ലൈറ്റിടാതെ സിറ്റിയിലേക്ക് താഴ്ന്നിരുന്നു. ദുഃഖത്തിൻ്റെ നനവൂറുന്ന 2 കണ്ണുകൾ വീണ്ടും മനസ്സിൽ തെളിയുന്നു. ഉച്ചയ്ക്ക് മീരയെ കാണണമെന്ന് തോന്നിയതുകൊണ്ടാവാം ഇപ്പോൾ ഈ ഏകാഗ്രതയിൽ അവളെക്കുറിച്ചുള്ള ഓർമ്മ ശക്തമാകുന്നത്. തമ്മിൽ കണ്ടിട്ട് യുഗങ്ങളായതുപോലെ. പ്രസാദേട്ടൻ ഒരു ഭയങ്കരനാണെന്ന് മൈഥിലി തമാശ പറഞ്ഞതുപോലെ പ്രസാദ് ഒരു ക്രൂരനാണെന്ന് മീര വിചാരിക്കുന്നുണ്ടാവുമോ? ഇല്ല, മീര അങ്ങനെയൊന്നും വിചാരിക്കില്ല. അവളൊരു പാവം പെണ്ണാണ്. പാവമായതുകൊണ്ടാണ് അവളൊരു മെഴുകുതിരി പോലെ നിശബ്ദമായി സ്വയം എരിഞ്ഞു നിൽക്കുന്നത്.
മീരയുടെ ശബ്ദം കേൾക്കാൻ അയാൾക്ക് അതിയായ ആഗ്രഹം തോന്നി. പ്രസാദ് കൈനീട്ടി റിസീവർ എടുത്തിട്ട് ഫോണിൽ മീരയുടെ ഓഫീസിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അത് പാതിരാവാണെന്നും ഓഫീസിൽ ഒരൊറ്റ മനുഷ്യജീവി പോലും ഉണ്ടാവില്ലെന്നും അറിയാമായിരുന്നിട്ടും റിസീവർ ചെവിയിലമർത്തി. മണിയൊച്ചയും കേട്ട് അയാൾ ഏറെ നേരം ഇരുന്നു. അയാൾ വീണ്ടും മൈഥിലിയുടെ അടുത്ത് ചെന്ന് കിടന്ന് ഉറങ്ങാനായി കണ്ണുകളടച്ചു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഓഫീസിൽ ചെന്നപ്പോൾ പ്രസാദ് മീരയെ ഫോണിൽ വിളിച്ചു. ഒരു നിമിഷത്തെ കാത്തിരിപ്പിന് ശേഷം അയാൾക്ക് അവളുടെ നനുത്ത സ്വരം കേൾക്കാൻ കഴിഞ്ഞു. ഹലോ, ഇത് ഞാനാണ് പ്രസാദ്, അയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. മീര നിശബ്ദയായി. എങ്കിലും അവളുടെ ശ്വാസോച്ഛ്വാസം ദ്രുതഗതിയിലാവുന്നത് അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. മറന്നോ? അയാൾ ചോദിച്ചു. ഇനി മറക്കുകയാണല്ലോ വേണ്ടത്, അവൾ പറഞ്ഞു. എന്നെക്കുറിച്ച് ഓർക്കാറുണ്ടോ? അയാൾ ചോദിച്ചു. എന്തു തോന്നുന്നു? മറന്നു കാണില്ലെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞു. മീര ഒന്നും പറഞ്ഞില്ല. അടുത്ത് ആരെങ്കിലുമുണ്ടോ? അയാൾ ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. നമ്മൾ കണ്ടിട്ട് എത്ര ദിവസമായി? 61 ദിവസമായി, അവൾ പറഞ്ഞു. മീരേ, അയാൾ വേദനയോടെ വിളിച്ചു. അവൾ വീണ്ടും നിശബ്ദയായി. ഒരു നീണ്ട നിമിഷം മൂകമായി കടന്നുപോയി. വയ്ക്കട്ടെ, ഞാൻ നാളെ വിളിക്കാം, പ്രസാദ് പറഞ്ഞു. വേണ്ട, വിളിക്കരുത്, മീര പറഞ്ഞു. അതെന്തേ? എനിക്ക് എന്നോട് തെറ്റ് ചെയ്യാൻ മടിയില്ല. പക്ഷേ മൈഥിലിയെ വഞ്ചിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവൾ പറഞ്ഞു. ഇത്തവണ അയാളാണ് നിശബ്ദനായത്. സുഖം തന്നെയല്ലേ? മീര ചോദിച്ചു. സുഖം, അയാൾ പറഞ്ഞു. ഒന്നുകൂടി കാത്തിട്ട് അവൾ റിസീവർ വെച്ചു. നിർജീവമായ ഫോണിലേക്ക് അയാൾ തുറച്ചു നോക്കി. പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഒന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അയാൾ ഓർത്തു. പ്രസാദ് നിരാശയോടെ റിസീവർ വെച്ചു. കഴിഞ്ഞോ? പിന്നിൽ ഒരു സ്ത്രീസ്വരം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. സെലീന ജോസഫായിരുന്നു അത്. പ്രൊബേഷണറി ഓഫീസറായി അവൾ ചേർന്നിട്ട് അധികം കാലമായിരുന്നില്ല. എനിക്കൊന്ന് വിളിക്കാനാണ്, സെലീന പറഞ്ഞു. ഗോ ഹെഡ്, അയാൾ പറഞ്ഞു. അവൾ ഫോൺ നീക്കിവെച്ച് പുറംതിരിഞ്ഞു നിന്ന് ഡയൽ ചെയ്യുമ്പോൾ അയാൾ മുന്നിലിരുന്ന കടലാസുകളിൽ കണ്ണോടിക്കാൻ തുടങ്ങി. സെലീനയ്ക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടിയെന്ന് തോന്നി. അവൾ ഫോണിലേക്ക് അമർത്തിച്ചിരിച്ചു. പ്രസാദ് എഴുന്നേറ്റ് വരാന്തയിലേക്ക് ഇറങ്ങി. വരാന്തയിലെ കണ്ണാടി ജനാല തുറന്നപ്പോൾ ഒരിളം കാറ്റ് അയാളെ വന്ന് തഴുകി. സ്പോർട്സ് ക്വാട്ടയിൽ പ്രൊബേഷണറി ഓഫീസറായവളാണ് സെലീന ജോസഫ്. ബാസ്കറ്റ്ബോൾ താരമായിരുന്നു അവൾ. ആരോഗ്യമുള്ള ഉറച്ച ശരീരം, 5.5 അടി പൊക്കം, മേൽചുണ്ടിന് മുകളിൽ നനുത്ത രോമങ്ങൾ, തൻ്റെടക്കാരി. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും സെലീനയ്ക്ക് വശ്യമായൊരു സൗന്ദര്യമുണ്ടായിരുന്നു. പവൻ നിറമായിരുന്നു. ഒരു പെൺകുതിരയുടെ തലയെടുപ്പോടെയാണ് അവൾ നടന്നിരുന്നതെങ്കിലും ഓഫീസിലും പുറത്തും അവൾക്ക് ധാരാളം ആരാധകരുണ്ടായിരുന്നു. പക്ഷേ പിടിച്ചാൽ കിട്ടാത്ത പെണ്ണായിരുന്നു സെലീന. പുരുഷന്മാർക്ക് അവൾ യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല. കല്യാണം ആലോചിച്ചു വന്നവരെയെല്ലാം അവൾ നിഷ്കരണം തിരസ്കരിച്ചു. സെലീനയുടെ പിന്നാലെ വളരെക്കാലം നടന്നു വലഞ്ഞ് ഒരുവനൊടുവിൽ അഭിപ്രായപ്പെട്ടത്രേ, അവളൊരു ഹോമോയാ. ചോരത്തിളപ്പുള്ള ആണുങ്ങളെ ഒന്നുമല്ല അവൾക്ക് വേണ്ടത്, കിളുന്ന പെമ്പിള്ളാരെയാ. ചെരുപ്പൂരി അവൾ അയാളുടെ മുഖം തല്ലിച്ചതച്ചെന്നാണ് കഥ. ഫോണിലൂടെയുള്ള സംസാരം സെലീന അവസാനിപ്പിക്കുന്ന മട്ട് കാണാഞ്ഞപ്പോൾ പ്രസാദ് സ്റ്റെയർകേസ് ഇറങ്ങി ക്യാൻറ്റീനിലേക്ക് പോയി. അന്ന് വൈകുന്നേരം പൂജപ്പുരയിൽ നിന്ന് മൈഥിലിയുടെ അച്ഛനും അമ്മയും വന്നു. പുതിയതായി വാങ്ങിക്കൊണ്ടുവന്ന റോസാച്ചെടികൾ നനച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മൈഥിലി. പ്രസാദുമുണ്ടായിരുന്നു. വിശാലമായ മുറ്റത്തിൻ്റെ നടുവിൽ തുറസായി കിടക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ലോൺ ഉണ്ടാക്കണമെന്നായിരുന്നു അയാളുടെ മോഹം. ഭൂമി ഒരുക്കി പുൽവിത്ത് പാകുകയായിരുന്നു അയാൾ. പുതിയ ഒരു കാറിലാണ് നന്ദാവനം ഗോപാലകൃഷ്ണനും ദാക്ഷായണി അമ്മയും വന്നത്. ഗാർഡൻ ഹോസ് നിലത്തിട്ടിട്ട് മൈഥിലി ഓടിച്ചെന്നു. അച്ഛൻ പുതിയ കാർ വാങ്ങിച്ചോ? അവൾ വിസ്മയത്തോടെ ചോദിച്ചു. നിറം നിനക്കിഷ്ടപ്പെട്ടോ? ദാക്ഷായണിയമ്മ ചോദിച്ചു. എനിക്കിഷ്ടപ്പെട്ടു, മൈഥിലി പറഞ്ഞു. ഇളം പച്ച നിറമുള്ള കാറായിരുന്നു അത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവർ സഹിച്ചോട്ടെ, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അതെന്താ? മടുക്കുകുത്തി ഉടുത്തിരുന്ന ലുങ്കി നിവർത്തി കൈ തുടച്ചുകൊണ്ടുവന്ന് പ്രസാദ് ചോദിച്ചു. ഇത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ്, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾക്കെന്തിനാണ് ഇപ്പോൾ കാറ്? ഓഫീസിലേക്കാണെങ്കിൽ എനിക്ക് വെറും 10 അടി നടന്നാൽ മതിയല്ലോ, പ്രസാദ് പറഞ്ഞു. സിറ്റിയിലേക്ക് പോകണമെങ്കിലോ വല്ലപ്പോഴും പൂജപ്പുരയ്ക്ക് വരണമെങ്കിലോ സിറ്റി സർവീസിലെ യാത്രയുടെ സുഖം എന്നോട് പറയല്ലേ പ്രസാദേ, പ്രസാദ് ചിരിച്ചു. അതുമാത്രമല്ല, എനിക്ക് 2 മക്കളാണല്ലോ ഉള്ളത്. ഞാൻ ഉണ്ടാക്കിയതെല്ലാം അവർക്ക് 2 പേർക്കും മാത്രമുള്ളതാണ്. അവരവർക്കുള്ളത് എത്രയും നേരത്തെ അവരവരെ ഏൽപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കാറിൻ്റെ കാര്യമറിഞ്ഞാൽ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, പ്രസാദ് പറഞ്ഞു. ഒരു സ്കൂട്ടർ വാങ്ങാൻ പോലും അമ്മ എന്നെ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അത്രയ്ക്ക് ഭയമാണമ്മയ്ക്ക്.
ഇനിയിപ്പോൾ കാറെന്ന് കേൾക്കുമ്പോൾ ഒറ്റ മോനല്ലയോ, അതാ അമ്മയ്ക്കിത്ര പേടി. സ്കൂട്ടറും മോട്ടോർ സൈക്കിളും പോലല്ല കാറ്, അപകട സാധ്യത കുറവാ. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇനിയും വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഷോയ്ക്കും പോകാമല്ലോ. മൈഥിലിക്ക് അതായിരുന്നു സന്തോഷം. എൻ്റെ കാറ് തരാമെന്ന ഞാൻ ആദ്യം വിചാരിച്ചത്. ഇത് ഇത്ര വേഗം കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ പിന്നെ അപകടമുണ്ടാകുമെന്ന് പേടിക്കുകയേ വേണ്ടായിരുന്നു പ്രസാദേട്ടൻ്റെ അമ്മയ്ക്ക്, മൈഥിലി പറഞ്ഞു. അതെന്താ? അച്ഛൻ ചോദിച്ചു. ഓടിയാലല്ലേ അപകടമുണ്ടാവൂ. അച്ഛൻ്റെ കാറെപ്പോഴും വർക്ക്ഷോപ്പിലാണല്ലോ, അവൾ പറഞ്ഞു. എല്ലാവരും ചിരിച്ചുപോയി. മൈഥിലിക്ക് സന്തോഷമായി. അവളുണ്ടാക്കിയ ഹൽവയും കേക്കും ചെലവാക്കാൻ ഇതിലും നല്ലൊരു അവസരമില്ലല്ലോ. ചായ ഉണ്ടാക്കിയിട്ട് അവൾ എല്ലാവരെയും ക്ഷണിച്ചു. ഹൽവ കൊള്ളാമോ അച്ഛാ? ഞാൻ ഉണ്ടാക്കിയതാണ്, മൈഥിലി അഭിമാനത്തോടെ പറഞ്ഞു. ക്യൂൻസ് ബേക്കറിയിൽ നിന്ന് നമ്മൾ വാങ്ങാറുള്ള ഹൽവയുടെ അതേ രുചി. ഒരു കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് അവളുടെ അച്ഛൻ കളിയായി പറഞ്ഞു. അച്ഛൻ കളിയാക്കുകയൊന്നും വേണ്ട. ഇത് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ ചോദിച്ചു നോക്കൂ, അവൾ പറഞ്ഞു. നേരോ? അച്ഛൻ പ്രസാദിനെ നോക്കി. അതേ എന്ന് പ്രസാദ് തലകുലുക്കി. കൊള്ളാം, അച്ഛൻ പറഞ്ഞു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോകാൻ എഴുന്നേറ്റു. ഇത് വാങ്ങൂ പ്രസാദ്, കാറിൻ്റെ ചാവി നീട്ടിക്കൊണ്ട് മൈഥിലിയുടെ അച്ഛൻ പറഞ്ഞു. പ്രസാദ് മൈഥിലിയെ നോക്കി. വാങ്ങൂ എന്ന് അവൾ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. പ്രസാദ് കാറിൻ്റെ താക്കോൽ വാങ്ങി. ഇനി ഞങ്ങളെ പൂജപ്പുരയിൽ കൊണ്ടുചെന്ന് വിട്, അച്ഛൻ പറഞ്ഞു. പ്രസാദും മൈഥിലിയും കൂടി അച്ഛനെയും അമ്മയെയും പൂജപ്പുരയിൽ നന്ദാവനത്ത് കൊണ്ടുചെന്ന് വിട്ടു. മടങ്ങാറായപ്പോൾ മൈഥിലി പറഞ്ഞു. പ്രസാദേട്ടാ, ഒരു മിനിറ്റ്, എനിക്കൊരു സാധനം എടുക്കാനുണ്ട്. മൈഥിലി അവളുടെ മുറിയിലേക്കോടി. അത്ര ചെറുതല്ലാത്ത ഒരു തൂക്കൽപ്പെട്ടിയുമായാണ് അവൾ തിരിച്ചു വന്നത്. 2 കൈകൊണ്ടും ആയാസപ്പെട്ടാണ് അവളത് തൂക്കിപ്പിടിച്ചിരുന്നത്. എന്താണിത്? കൗതുകത്തോടെ പ്രസാദ് ചോദിച്ചു. എൻ്റെ ട്രഷർ ചെസ്റ്റ്, അവൾ പറഞ്ഞു. സ്വകാര്യനിധികൾ സൂക്ഷിക്കുന്ന പേടകം. അവളുടെ സർവാണിപ്പെട്ടിയെ അത്. ഉള്ള ചപ്പു ചവറെല്ലാമുണ്ട് അതിൽ, ദാക്ഷായണിയമ്മ പറഞ്ഞു. പെണ്ണിൻ്റെ ഓരോ ഭ്രാന്ത്. ഗോപാലകൃഷ്ണൻ വാത്സല്യത്തോടെ മകളെ നോക്കി. പ്രസാദ് പെട്ടിയെടുത്ത് കാറിൻ്റെ പിൻസീറ്റിൽ വെച്ചു. കാർ പ്രധാന നിരത്തിലെത്തിയപ്പോൾ മൈഥിലി അയാളെ ചേർന്നിരുന്ന് അവളുടെ പെട്ടിയിലെ സ്വകാര്യനിധികളെപ്പറ്റി പറഞ്ഞു. എനിക്കതൊരു ഹോബിയാണ്. ഇഷ്ടം തോന്നുന്ന വസ്തുക്കൾ, ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന സാധനങ്ങൾ, പ്രത്യേക ഓർമ്മകളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങൾ, ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ നടന്നപ്പോൾ കിട്ടിയ പാരിതോഷികങ്ങൾ എല്ലാം ഞാൻ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ കുടിച്ച പാൽക്കുപ്പി, ഗുരുവായൂർ പോയപ്പോൾ പെറുക്കിയ കുന്നിക്കുരു, 4ാം ക്ലാസ്സിൽ വെച്ച് രമണി എനിക്ക് സമ്മാനിച്ച ആനപാൽ. അവളുടെ അച്ഛൻ ആനപ്പാപ്പാനായിരുന്നു. ഞാൻ ഒരിക്കൽ മാത്രം ധരിച്ച ആദ്യത്തെ ബ്രാ. പിന്നെ താൽപ്പര്യത്തോടെ പ്രസാദ് ചോദിച്ചു. അങ്ങനെ പലതും. ആദ്യമായി കിട്ടിയ പ്രേമലേഖനം അതുമുണ്ട്, പക്ഷെ കാണിക്കില്ല, അവൾ കുസൃതിയോടെ പറഞ്ഞു. വെറുതെ സിറ്റി മുഴുവൻ ഒന്ന് കറങ്ങി. ചാലയിൽ പോയി പിച്ചിപ്പൂ മാലയും വാങ്ങിയിട്ടാണ് അവർ വീട്ടിലെത്തിയത്. രാത്രിയായി അപ്പോൾ. പ്രസാദ് കാറിൽ നിന്ന് അവളുടെ ട്രഷർ ചെസ്റ്റ് എടുത്ത് കിടപ്പുമുറിയിൽ കൊണ്ടുചെന്ന് വെച്ചു. ഊണ് കഴിഞ്ഞ് മൈഥിലി ടൂത്ത് ബ്രഷുമായി ബാത്റൂമിലേക്ക് പോയപ്പോൾ പ്രസാദ് ആ തുകൽപ്പെട്ടി വെറുതെ തുറന്നു നോക്കി. ഏറ്റവും മുകളിലിരുന്നത് പേപ്പർ ക്ലിപ്പിങ്ങുകൾ സൂക്ഷിച്ചിരുന്ന ഒരു ഫയലായിരുന്നു. അയാൾ അതെടുത്ത് മറിച്ചു നോക്കി. ആദ്യം കണ്ടത് ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ വലിയ കളർ ചിത്രമായിരുന്നു. ഏതോ സ്പോർട്സ് മാഗസിനിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു മുഴുവൻ പേപ്പറായിരുന്നു അത്. മനോഹരമായ ജേഴ്സി അണിഞ്ഞ് ഒരു കൈയിൽ പന്തും മുഖം നിറയെ ആത്മവിശ്വാസവുമായി കളിക്കളത്തിൽ നിൽക്കുന്ന യുവാവ്. മുകളിൽ ഇംഗ്ലീഷിലുള്ള ക്യാപ്ഷൻ, ഷറഫുദ്ദീൻ, ഇന്ത്യൻ ഫുട്ബോളിന് പുതിയ താരം. പ്രസാദ് ആ ചിത്രത്തിലേക്ക് തുറച്ചു നോക്കി. പെട്ടെന്ന് ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം അയാൾ കേട്ടു. ഫയൽ മടക്കി അയാളത് വേഗം പെട്ടിയിലിട്ടടച്ചു. അധ്യായം 14. അന്ന് ഉച്ചകഴിഞ്ഞ് പ്രസാദ് മീരയെ ഫോണിൽ വിളിച്ചു. അവളെ നേരിൽ കാണുവാനാണ് അയാൾ ആഗ്രഹിച്ചത്. പക്ഷേ അവൾ അതിന് സമ്മതിക്കുമോ എന്ന് അയാൾക്ക് സംശയം തോന്നി. ഞാൻ പ്രസാദാണ്, അയാൾ ഫോണിലൂടെ പറഞ്ഞു. എനിക്ക് മനസ്സിലായി, മീര പറഞ്ഞു. വേറെ ആരും എനിക്ക് ഫോൺ ചെയ്യാറില്ല. എന്താണ് മീര എന്നെ വിളിക്കാഞ്ഞത്? എൻ്റെ നമ്പർ മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ, അയാൾ ചോദിച്ചു. മറന്നുപോയത് നമ്പരല്ല, അവൾ പറഞ്ഞു. എന്തിനാണ് ഇപ്പോൾ വിളിച്ചത്? എനിക്ക് മീരയോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു സംശയത്തിൻ്റെ വൻ ചുഴിയിലാണിപ്പോൾ. ഫോണിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല. വൈകുന്നേരം ഞാൻ വന്നാൽ മീര ഫ്രീ ആയിരിക്കുമോ? ഇല്ല, എനിക്കിന്ന് ചില പ്രോഗ്രാംസ് ഉണ്ട്, അവൾ പെട്ടെന്ന് പറഞ്ഞു. എന്തു പ്രോഗ്രാം? വീട്ടിലെ കാര്യങ്ങളാണ്. നാളെ ആയാലോ? നാളെ ഞാൻ മിക്കവാറും ലീവായിരിക്കും, അവൾ പറഞ്ഞു. എന്താണ് മീര ഇങ്ങനെ ഇൻഡിഫറൻ്റായിട്ട് സംസാരിക്കുന്നത്? ഇഷ്ടമില്ലെങ്കിൽ പറയൂ, ഞാനിനി വിളിക്കില്ല.
മുറിപ്പെട്ട മനസ്സോടെ അയാൾ പറഞ്ഞു. വിളിക്കാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഫോണിലൂടെ പറയാൻ പറ്റിയതല്ല. മീര നിശബ്ദയായി നിന്നു. ഞാൻ അങ്ങോട്ട് വരാം. അവൾ ഒന്നും പറഞ്ഞില്ല. മീരെ, നീ അവിടെ ഇല്ലേ? ഉണ്ട്. പിന്നെന്താണ് ഒന്നും പറയാത്തത്? ഒന്നും പറയാനില്ല. ജോലികളെല്ലാം തീർത്തിട്ട് പ്രസാദ് അല്പം നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങി. സിറ്റിയിലേക്ക് പോകുന്നു എന്ന് മൈഥിലിയെ അറിയിച്ചില്ല. വൈകിയാൽ റിക്രിയേഷൻ ക്ലബ്ബിലായിരുന്നെന്ന് പറയാം. 4:30 പ്രസാദ് യൂണിവേഴ്സിറ്റി ഓഫീസിലെത്തി. നേരെ അയാൾ മീരയുടെ സെക്ഷനിലേക്കാണ് ചെന്നത്. സീറ്റിൽ അവളില്ലായിരുന്നു. സർ, മീരയില്ലേ? പ്രസാദ് സെക്ഷൻ ഓഫീസറോട് ചോദിച്ചു. മീര അല്പം മുൻപേ വീട്ടിൽ പോയല്ലോ, അയാൾ പറഞ്ഞു. പ്രസാദ് സാവധാനം പുറത്തേക്കിറങ്ങി. അയാൾക്ക് കടുത്ത നിരാശയും ആത്മനിന്ദയും തോന്നി. വരും എന്നറിയിച്ചിരുന്നല്ലോ. എന്നിട്ടും മീര പോയിക്കളഞ്ഞല്ലോ. അവൾ പതിവ് പോലെ MLA ക്വാർട്ടേഴ്സിന് മുന്നിലെ ഫുട്പാത്തിലോ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ എതിർവശത്തുള്ള ബസ് സ്റ്റോപ്പിലോ കാത്തു നിൽക്കുന്നുണ്ടാവുമോ? അയാൾ വെറുതെ നടന്നു. സ്റ്റാച്യു വഴി പുളിമൂട്ടിലെത്തിയപ്പോൾ സംശയത്തോടെ നിന്നു. ഗാന്ധാരി അമ്മൻ കോവിൽ റോഡ് വഴിയാണ് മീര സാധാരണ പോകാറുള്ളത്. ചിലപ്പോൾ തമ്പാനൂർ വഴിയും. സിറ്റി മുഴുവൻ അലഞ്ഞു നടന്ന് സന്ധ്യയോടെയാണ് പ്രസാദ് അന്ന് വീട്ടിലെത്തിയത്. എന്തേ ഇത്ര വൈകിയത്? മൈഥിലി ചോദിച്ചു. ഞാനിന്ന് സിറ്റിയിൽ പോയിരുന്നു, അയാൾ പറഞ്ഞു. പരിക്ഷീണനായ അയാളുടെ മുഖം കണ്ടപ്പോൾ കൂടുതലൊന്നും ചോദിക്കാതിരിക്കുന്നതാണ് ഉചിതമെന്ന് മൈഥിലിക്ക് തോന്നി. നല്ല കടുപ്പത്തിൽ കുറേ ചായയുണ്ടാക്കി അവൾ അയാൾക്ക് കൊടുത്തു. വസ്ത്രം മാറുവാൻ ചായയുമായി അയാൾ കിടപ്പുമുറിയിലേക്ക് ചെന്നു. അവിടെ ഒരു മൂലയിൽ മൈഥിലിയുടെ ട്രഷർ ചെസ്റ്റ് അപ്പോഴും ഉണ്ടായിരുന്നു. അയാൾ അത് തുറന്നു നോക്കി. പേപ്പർ കട്ടിങ്ങുകൾ അടങ്ങിയ ഫയലുമായി അയാൾ കിടക്കയിലിരുന്നു. അയാൾ ഓരോ കടലാസും മറിച്ചു നോക്കി. ഷറഫുദ്ദീൻ്റെ ചിത്രം തലേദിവസം കണ്ടത് അതിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഷറഫുദ്ദീനെ സംബന്ധിക്കുന്ന ഒന്നും അതിൽ കാണാൻ കഴിഞ്ഞില്ല. ഫയൽ പെട്ടിയിൽ തന്നെ വെച്ചിട്ട് അയാൾ മുൻവശത്തേക്ക് ചെന്നു. TV ഓൺ ചെയ്തിട്ട് അയാൾ സെറ്റിയിലിരുന്നു. ചോദിച്ചാൽ മൈഥിലി പറയുമോ? മുഴുവൻ സത്യവും പറയുമോ? പറയില്ല. ഒരു പെണ്ണും പറയില്ല, പ്രത്യേകിച്ചും സ്വന്തം ഭർത്താവിനോട്. പൗലൂസിൻ്റെ വാക്കുകളെ വിശ്വസിക്കാമെങ്കിൽ ഷറഫുദ്ദീൻ എന്ന കാസനോവയുടെ കയ്യിൽ വന്നുപെട്ടിട്ടുള്ള ഒരു പെണ്ണിനെയും അവൻ അനുഭവിക്കാതെ വിട്ടിട്ടില്ല. ചോദിച്ചാൽ മൈഥിലി പറയുമോ? ചോദിക്കാനും മാത്രം ഇടുങ്ങിയ ഒരു മനസ്സിൻ്റെ ഉടമയാണോ ഞാൻ? TV-യിൽ മിന്നിമറയുന്ന ചിത്രങ്ങളിൽ കണ്ണു നട്ടിരുന്നു അയാൾ. പക്ഷേ ഒന്നും അയാളുടെ മനസ്സിൽ പതിഞ്ഞില്ല. ജോലികളെല്ലാം തീർത്തിട്ട് മൈഥിലി അയാളോടൊപ്പം വന്നിരുന്നു. സിഗരറ്റ് വേണോ? അവൾ ചോദിച്ചു. വേണമെന്ന് അയാൾ തലകുലുക്കി. അവൾ അകത്തുനിന്ന് സിഗരറ്റ് പാക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. ഒരു സിഗരറ്റ് എടുത്ത് അയാളുടെ ചുണ്ടിൽ വെച്ച് കൊടുത്തു. ഇന്ന് ഒരുപാട് ജോലിയുണ്ടായിരുന്നോ? അയാൾ സിഗരറ്റ് കത്തിക്കുമ്പോൾ അവൾ ചോദിച്ചു. അയാൾ മൂളി. അവൾ സിറ്റിയുടെ കയ്യിലിരുന്ന് അയാളുടെ മുടിയിഴകൾക്കുള്ളിലൂടെ വിരലൊടിച്ചു. എനിക്കും കുറേ ജോലിയുണ്ടായിരുന്നു, മൈഥിലി പറഞ്ഞു. എന്ത് ജോലി? എൻ്റെ ട്രഷർ ചെസ്റ്റ് ഞാനിന്ന് ശുദ്ധീകരിച്ചെടുത്തു. സൂക്ഷിച്ചു വയ്ക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ചില സാധനങ്ങൾ അതിലുണ്ടായിരുന്നു. അതെല്ലാം കത്തിച്ച് അതിൻ്റെ ചാരം മഞ്ഞ റോസാച്ചെടിക്ക് വളമിട്ടു. എന്തിനാണ് കത്തിച്ചു കളഞ്ഞത്? അവ ഞാൻ കാണാതിരിക്കാനാണോ? അയാൾ ചോദിച്ചു. അല്ല, എനിക്ക് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. എന്തെല്ലാമായിരുന്നു അത്? ഷറഫുദ്ദീനെ ഓർമ്മിപ്പിക്കുന്ന ചില വസ്തുക്കൾ. എന്താണ് നേരത്തെ നീ അവ നശിപ്പിക്കാത്തത്? ഞാൻ അവയെപ്പറ്റി മറന്നിരിക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും പെട്ടി തുറന്നു നോക്കിയപ്പോഴാണ്. പ്രസാദ് ഒന്നും പറഞ്ഞില്ല. അയാൾ TV-യിൽ നോക്കിയിരുന്നു. ഇപ്പോൾ ഒരു പരസ്യമാണ്. ആരോഗ്യത്തിന് നിദാനമായ സോപ്പ്. കായികതാരം കുളി കഴിഞ്ഞ് സമൃദ്ധമായി സോപ്പ് പതച്ചു കുളിക്കുന്നു. സീൽക്കാരത്തോടെ പതിക്കുന്ന ഷവറിന് കീഴെ നിന്ന് അയാൾ ആരോഗ്യം വീണ്ടെടുക്കുന്നു. ഞാനൊരു ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ പൗലോസ്? പ്രസാദ് ചോദിച്ചു. അയാൾക്ക് ഷറഫുദ്ദീനെ അടുത്ത് പരിചയമുണ്ടത്രേ. അവൾ മൂളി. പെൺവിഷയത്തെ സംബന്ധിച്ച് ഷറഫുദ്ദീൻ്റെ ചില വിജയകഥകൾ പൗലോസ് പറഞ്ഞു. കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു പെണ്ണിനെയും അവൻ ആസ്വദിക്കാതെ വിട്ടിട്ടില്ലത്രേ. മൈഥിലി നിശബ്ദയായിരുന്നു. അവനൊരു വുമണൈസറാണെന്ന് നിനക്കറിയാമായിരുന്നോ? പിന്നീടാണ് അതേപ്പറ്റി അറിഞ്ഞത്, അവൾ പറഞ്ഞു. ചോദിക്കുന്നത് പാവമാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ അറിയാൻ പാടില്ലെന്ന് നീ വിചാരിക്കുന്ന എന്തെങ്കിലും സംഭവം എന്തുതന്നെയായാലും ഞാനത് ക്ഷമിക്കാനും മറക്കാനും തയ്യാറാണ്, അയാൾ വിക്കി പറഞ്ഞു. ഉണ്ടായതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടും വിശ്വാസമായില്ലേ എൻ്റെ പൊന്നെ? അയാളുടെ തോളിൽ ഇരു കൈകളുമിട്ട് ഇടറിപ്പോയ സ്വരത്തിൽ അവൾ ചോദിച്ചു. എനിക്ക് വിശ്വാസമാ, അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. മദ്രാസിലേക്ക് പോകുന്നത് പ്രമാണിച്ച് പ്രസാദ് 10 ദിവസത്തെ അവധിയെടുത്തു. തയ്യാറാകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വലിയ സൂട്ട് കേസും ഒരു എയർ ബാഗും തീർന്നു. പക്ഷേ പോകാൻ നേരമായപ്പോഴേക്കും പെട്ടിയുടെ എണ്ണം ഒന്നുകൂടി.
പൂജപ്പുരയിൽ നിന്നും ദാക്ഷായണി അമ്മയും ഗോപാലകൃഷ്ണനും കൂടി അവരെ യാത്രയയക്കാൻ വന്നത് മദ്രാസിലേക്ക് കൊണ്ടുപോകാൻ ചില സമ്മാനങ്ങളുമായാണ്. കുറേ പലഹാരങ്ങൾ, അച്ചാറുകൾ, കസവു പുടവകൾ. ഉച്ചയ്ക്ക് 1:30-ക്കായിരുന്നു ട്രെയിനിൻ്റെ സമയം. 1-ാം ക്ലാസ് ബോഗിയിൽ തിരക്കുണ്ടായിരുന്നില്ല. ഇരിപ്പിടം കണ്ടുപിടിച്ച് ലഗേജുകൾ എടുത്തുവച്ച ശേഷം വണ്ടി പുറപ്പെടാൻ നേരമാകും വരെ അവർ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. നീല ജീൻസും മഞ്ഞ ടീഷർട്ടും ധരിച്ച ഒരു യുവതി പ്രസാദിനെ കണ്ട് അടുത്തേക്ക് വന്നു. അവളുടെ അസാധാരണ വലിപ്പമുള്ള മാറിടങ്ങളാണ് ആദ്യം പ്രസാദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സാർ എങ്ങോട്ടാണ്? അവൾ ചോദിച്ചു. അയാൾ കണ്ണുകളുയർത്തി നോക്കി. അത് അയാളുടെ ഓഫീസിലെ പ്രൊബേഷണറി ഓഫീസർ സെലീന ജോസഫായിരുന്നു. ആ വേഷത്തിൽ അയാൾക്ക് ആദ്യം അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അയാൾക്ക് ജാള്യത തോന്നി. മദ്രാസിനാണ്, വൈഫുമുണ്ട്. എൻ്റെ സിസ്റ്റർ മദ്രാസിലാണ്, പ്രസാദ് പറഞ്ഞു. അയാൾ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. സെലീനയും എങ്ങോട്ടോ യാത്രയ്ക്കാണെന്ന് തോന്നുന്നല്ലോ. അവളുടെ കയ്യിലെ എയർ ബാഗ് കണ്ട് അയാൾ ചോദിച്ചു. ഞാനും മദ്രാസിനാണ്. ചില ബന്ധുക്കളുണ്ട്. സീറ്റ് നോക്കി നടക്കുകയായിരുന്നു. മറ്റേ കോച്ചിലായിരിക്കണം. കാണാം, ബൈ. സെലീന യാത്ര പറഞ്ഞു പോയി. വണ്ടി നീങ്ങിയപ്പോൾ ദാക്ഷായണി അമ്മയുടെയും മൈഥിലിയുടെയും കണ്ണുകൾ നനഞ്ഞു. ട്രെയിൻ സ്റ്റേഷൻ കടന്നപ്പോൾ അവളുടെ മുഖം വീണ്ടും തെളിഞ്ഞു. മഴയ്ക്ക് ശേഷമുള്ള വെയിൽ പോലെ. അയാൾക്ക് അത് കണ്ടപ്പോൾ ചിരി വന്നു. പ്രസാദേട്ടാ, നമ്മൾ എത്ര ദിവസം കാണും മദ്രാസിൽ? മൈഥിലി ചോദിച്ചു. 1 ആഴ്ച. അവൾ ഇരുത്തിയൊന്നു മൂളി. ഇതേതോ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നല്ലോ. ഒളിക്കാൻ ശ്രമിച്ച കുസൃതി ചിരിയുമായി അവൾ പറഞ്ഞു. ഏത്? നമ്മളിന്ന് മദ്രാസിന് പോകുന്നു. ഓഫീസിലെ ഒരു സുന്ദരിപ്പെണ്ണും മദ്രാസിന് പോകുന്നു. ഇന്ന് ഈ വണ്ടിയിൽ നമ്മൾ കയറുന്നു. ഇന്ന് ഇതേ വണ്ടിയിൽ അവളും കയറുന്നു. യാദൃച്ഛികമെന്ന പോലെ കണ്ടുമുട്ടുന്നു. 1 ആഴ്ച നമ്മൾ മദ്രാസിൽ തങ്ങുന്നു. 1 ആഴ്ച അവളും മദ്രാസിൽ തങ്ങുന്നു. മദ്രാസിൽ വല്ല പരിപാടിയും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഞാനറിയാതെ? നീ സെലീനയുടെ കാര്യമാണോ പറയുന്നത്? നല്ല കാര്യമായി. നീ പറഞ്ഞത് വേറെ ഏതു പെണ്ണിനെക്കുറിച്ചായിരുന്നെങ്കിലും വേണ്ടുകില്ലായിരുന്നു. സെലീന ഒരു പുരുഷവിദ്വേഷിയാണെന്നാണ് ജനസംസാരം. ചിലരൊക്കെ അവളുടെ ചെരുപ്പിൻ്റെ ചൂടറിഞ്ഞിട്ടുണ്ട്. പിന്നെ മദ്രാസിലെ പരിപാടി. മദ്രാസിൽ ഒരു പരിപാടിയുണ്ട്. എന്തു പരിപാടി? ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ്. പ്രമുഖ കളിക്കാരോടൊപ്പം പ്രശസ്ത താരം ഷറഫുദ്ദീനും പങ്കെടുക്കുന്ന പ്രദർശന മത്സരമുണ്ട്. നമുക്കത് കാണാൻ പോകണം, പ്രസാദ് പറഞ്ഞു. ഞാൻ വരില്ല, അവൾ പറഞ്ഞു. നീ വരും. വരില്ല. നിനക്ക് ഷറഫുദ്ദീൻ്റെ കളി കാണണമെന്നില്ലേ? പ്രസാദേട്ടാ, ഇതൊരു ഉല്ലാസയാത്ര പോലെയാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ സംസാരിച്ച് ഇപ്പം തന്നെ ഇതൊരു ദുരിതയാത്രയാക്കണോ? വേറെ വല്ലതും പറയൂ. ഞാൻ വെറുതെ തമാശയ്ക്ക്. മദ്രാസ് സെൻട്രലിൽ ട്രെയിൻ എത്തിയപ്പോൾ ആ തണുപ്പുള്ള പ്രഭാതത്തിൽ അവരെ കാത്ത് രാമേട്ടനും പ്രേമചേച്ചിയും നിൽപ്പുണ്ടായിരുന്നു. അമ്മ എവിടെ പ്രേമചേച്ചി? പ്രസാദ് ആദ്യം അന്വേഷിച്ചത് അമ്മയെയാണ്. ഞങ്ങളിറങ്ങുമ്പോൾ ഗീതുമോൾ നല്ല ഉറക്കമാണ്. അമ്മ അവൾക്ക് കൂട്ടിരിക്കുകയാണ്. ത്യാഗരാജ നഗറിൽ ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റിലാണ് രാമേട്ടനും പ്രേമചേച്ചിയും താമസിച്ചിരുന്നത്. അവർ ചെന്നപ്പോഴേക്കും ഗീതുമോൾ ഉറക്കമുണർന്നു കഴിഞ്ഞിരുന്നു. പ്രസാദും മൈഥിലിയും ചെന്നത് പ്രമാണിച്ച് രാമേട്ടൻ 3-4 ദിവസത്തെ ലീവ് എടുത്തു. അവരെ മദ്രാസിൽ എല്ലായിടത്തും കൊണ്ടുപോകണമല്ലോ. പ്രസാദ് ആദ്യമായി വരികയല്ലായിരുന്നെങ്കിലും സ്ഥലപരിചയം കുറവായിരുന്നു. അമ്മയ്ക്കായിരുന്നു വലിയ സന്തോഷം. പക്ഷേ ആദ്യ ദിവസം തന്നെ പ്രസാദിന് ഒരു കാര്യം മനസ്സിലായി. അമ്മ തങ്ങളോടൊപ്പം തിരുവനന്തപുരത്തേക്ക് വരില്ല. കാരണം പ്രേമചേച്ചി 2ാമതും ഗർഭിണിയായിരിക്കുന്നു. വീട്ടിൽ ഒരാളിൻ്റെ സഹായം പ്രേമചേച്ചിക്ക് ഇനി ആവശ്യമായി വരും. വേണമെങ്കിൽ അമ്മയെ തിരുവനന്തപുരത്തേക്ക് വരുത്താനൊരു മാർഗമുണ്ട്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ മൈഥിലി പ്രസാദിനോട് പറഞ്ഞു. എന്തു മാർഗം? പ്രസാദ് ചോദിച്ചു. ആലോചിച്ചു നോക്കൂ, കള്ളച്ചിരിയോടെ മൈഥിലി പറഞ്ഞു. എത്ര ആലോചിച്ചിട്ടും അയാൾക്കത് പിടികിട്ടിയില്ല. ഞാൻ ചൊല്ലിട്ടു. അയാൾ പറഞ്ഞു. പ്രേമചേച്ചി എടുത്ത സൂത്രം നമുക്കും പ്രയോഗിച്ചാൽ പോരെ? അവൾ പറഞ്ഞു. അയാൾ പൊട്ടിച്ചിരിച്ചുപോയി. അവൾ പെട്ടെന്ന് അയാളുടെ വായ പൊത്തി. പതിയെ ചിരിക്കൂ. ഇത് തിരുവനന്തപുരത്തെ വീടല്ല. ഈ ഭിത്തിയുടെ അപ്പുറത്തേക്ക് അടുത്ത വീടിൻ്റെ മുറിയാണ്. ശരി, അമ്മയെ തിരുവനന്തപുരത്തേക്ക് വരുത്താനുള്ള സൂത്രത്തിൻ്റെ തുടക്കം ഇപ്പോൾ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്താലോ? അയാൾ കുസൃതി ചിരിയോടെ അവളുടെ 2 ചുമലുകളിലും പിടിച്ചമർത്തി ചോദിച്ചു. വേണ്ട വേണ്ട, സൂത്രത്തിൻ്റെ കോപ്പിറൈറ്റ് എനിക്കുള്ളതാണ്. അതുകൊണ്ട് എപ്പോൾ തുടങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്. അതുകൊണ്ട് കുട്ടൻ തൽക്കാലം പോയി കിടന്ന് ഉറങ്ങിയാട്ടെ, അവൾ പറഞ്ഞു. മദ്രാസിലെത്തിയതിൻ്റെ 2ാം ദിവസം രാവിലെ പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസിൻ്റെ ഫോൺ കോൾ വന്നത്. ഫോൺ അറ്റൻഡ് ചെയ്ത രാമേട്ടൻ വിളിച്ചു പറഞ്ഞു. പ്രസാദേ, ഇത് നിനക്കുള്ളതാണ്. ഒരു പൗലോസ് വിളിക്കുന്നു.
മൈഥിലി പ്രസാദിന്റെ മുഖത്തേക്ക് നോക്കി. അയാൾ എഴുന്നേറ്റ് ചെന്ന് രാമേട്ടന്റെ കയ്യിൽ നിന്ന് റിസീവർ വാങ്ങി. പൗലു, നീയോ? പ്രസാദ് ചോദിച്ചു. നീ എപ്പോഴെത്തി? ഇന്നലെ. നീ വന്നു കാണുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഏതായാലും വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചാണ്. ഞാൻ ഹോട്ടൽ ദാസ് പ്രകാശിലാണ്. വേറെയും ചിലരുണ്ട്. നീ ഇന്ന് തന്നെ ഇങ്ങോട്ട് വാ. ഒരാളെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ തൊട്ടടുത്ത മുറിയിലാണ്, പൗലോസ് പറഞ്ഞു. ആര്? സാക്ഷാൽ ഷറഫുദ്ദീൻ. പ്രസാദ് തലചരിച്ച് മൈഥിലിയെ നോക്കി. കയ്യിൽ ചായ ഗ്ലാസുമായി അവൾ പ്രസാദിനെ നോക്കിയിരിക്കുകയായിരുന്നു. വരാം, ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ, പ്രസാദ് പറഞ്ഞു. അധ്യായം 15. കളി കാണാൻ പോകാൻ പ്രസാദ് എത്ര നിർബന്ധിച്ചിട്ടും മൈഥിലി കൂട്ടാക്കിയില്ല. ആദ്യം ഹോട്ടൽ ദാസ് പ്രകാശിലേക്ക്. അതായിരുന്നു പ്ലാൻ. പൗലോസ് പറഞ്ഞതും അങ്ങനെയാണ്. നിനക്ക് കളി കാണണ്ടേ? പ്രസാദ് ചോദിച്ചു. വേണ്ട. എന്നാൽ നമുക്ക് പൗലോസിനെ കണ്ടിട്ട് തിരിച്ചു പോരാം. അവൻ ക്ഷണിച്ചതാണ്. ചെല്ലാമെന്ന് പറഞ്ഞതുമാണ്. ചെല്ലാമെന്ന് പറഞ്ഞെങ്കിൽ പ്രസാദേട്ടൻ പോയി വരൂ. എനിക്ക് യാതൊരു വിരോധവുമില്ല, മൈഥിലി പറഞ്ഞു. അത് ശരിയല്ല. നമ്മൾ രണ്ടുപേരും കൂടാണ് മദ്രാസിൽ വന്നിട്ടുള്ളതെന്ന് അവനറിയാം. ആ സ്ഥിതിക്ക് നിന്നെ കൊണ്ടുചെല്ലാതെ ഞാൻ തനിച്ചു ചെന്നാൽ അവൻ എന്തു വിചാരിക്കും? അത് മര്യാദയല്ല, അയാൾ പറഞ്ഞു. പ്രസാദേട്ടൻ എന്തിനാ ഇതിലൊക്കെ എന്നെ വലിച്ചിഴയ്ക്കുന്നത്? നിങ്ങൾ ഫ്രണ്ട്സ്, പുരുഷന്മാർ. അവിടെ ഞാനൊരു അധികപ്പറ്റായിരിക്കും. പൗലു എൻ്റെ ഫ്രണ്ടാണ്, സമ്മതിച്ചു. പക്ഷേ നിന്റെ ഒരു പഴയ ഫ്രണ്ടും അവിടെയുണ്ട്, പ്രസാദ് പറഞ്ഞു. ആര്? ഷറഫുദ്ദീൻ. പ്രസാദേട്ടാ, അവൾ അസഹ്യതയോടെ വിളിച്ചു. അതൊരു ക്ലോസ് ചാപ്റ്ററാണെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ എന്നെ വിഷമിപ്പിക്കാൻ പിന്നെയും ഇക്കാര്യം എടുത്തിടുന്നത്? ഒരിക്കൽ അവൻ നിന്റെ ഫ്രണ്ടായിരുന്നില്ലേ? കല്യാണം കഴിഞ്ഞുവെന്ന് വെച്ച് സുഹൃത്തല്ലാതായി തീരുന്നില്ലെന്ന് നീ തന്നെയല്ലേ ഒരിക്കൽ പറഞ്ഞത്? ഞാനത് പറഞ്ഞത് വേറെ അർത്ഥത്തിലാണ്. മീരയെ എവിടെ വെച്ചെങ്കിലും യാദൃച്ഛികമായി കണ്ടുമുട്ടിയാൽ പ്രസാദേട്ടൻ മുഖം തിരിച്ച് പോകേണ്ടതില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. യാദൃച്ഛികമായി കാണുന്നതും മനഃപൂർവ്വം ചെന്നു കാണുന്നതും രണ്ടും രണ്ടാണ്. മാത്രമല്ല, ഷറഫുദ്ദീൻ എൻ്റെ സുഹൃത്തല്ല. ശത്രുക്കളായാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഐ സ്റ്റിൽ ഹേറ്റ് ഹിം. അപ്പോൾ വരുന്നില്ലല്ലോ? അവസാനമായി അയാൾ ചോദിച്ചു. ഇല്ല. മൈഥിലി ഷറഫുദ്ദീനെ ഇനി കാണുവാൻ ആഗ്രഹമില്ലെന്ന് പ്രസാദിന് ഉറപ്പായി. അയാൾക്ക് സംതൃപ്തി തോന്നി. പ്രസാദ് തനിച്ചാണ് ഹോട്ടൽ ദാസ് പ്രകാശിലേക്ക് പോയത്. CV പൗലോസ്. ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ പ്രസാദ് പറഞ്ഞു. റൂം നമ്പർ 205. കൗണ്ടറിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ഗൂഢമായ ചിരിയോടെ പറഞ്ഞു. പ്രസാദ് 2ാം നിലയിലേക്ക് പോയി. 205 നമ്പർ മുറിയുടെ വാതിലിൽ മുട്ടിയപ്പോൾ ഉള്ളിൽ കൈവളക്കിലുക്കം കേട്ടതുപോലെ പ്രസാദിന് തോന്നി. അയാൾ ഒന്ന് ശങ്കിച്ചു. യാരത്? പൗലോസിൻ്റെ ശബ്ദം. പ്രസാദ് ഒന്നും പറഞ്ഞില്ല. തിരിച്ചു പോയാലോ? ആലോചിച്ചു നിന്നപ്പോൾ പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. ലുങ്കി മാത്രം ഉടുത്ത പൗലോസ് പാതി തുറന്ന വാതിലിലൂടെ തല പുറത്തേക്കിട്ട് നോക്കി. പ്രസാദേ, നീയോ? ഒറ്റയ്ക്കേ ഉള്ളോ? അകത്തേക്ക് വാ, അയാൾ ക്ഷണിച്ചു. പ്രസാദ് അകത്തേക്ക് കിടന്നപ്പോൾ ചുരിദാർ ധരിച്ച ഒരു പെണ്ണ് കിടക്കയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രസാദിനെ കണ്ട് അവൾ പകച്ച് എഴുന്നേറ്റു. അവൾക്ക് 20 22 വയസ്സുണ്ടാവും. നീലയും ചുവപ്പും കുപ്പിവളകൾ ഇടകലർത്തി അവൾ ഇരു കൈത്തണ്ടയിലും അണിഞ്ഞിരുന്നു. മുഖത്തിന് ശോഭ നൽകുന്ന ചുവപ്പുകല്ല് മുക്കുത്തി. ദ്രാവിഡ സൗന്ദര്യത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായ അംഗവടിവ്. നീ ഫ്രീ ആയിരിക്കുമെന്ന് വിചാരിച്ച ഞാൻ, പ്രസാദ് സങ്കോചത്തോടെ പറഞ്ഞു. ഞാനിന്ന് ഫ്രീയാ. കളിയില്ല. ഇവളുടെ കാര്യമോർത്താ നീ പറഞ്ഞതെങ്കിൽ വിഷമിക്കണ്ട. ഷീ വോണ്ട് മൈൻഡ്. ഇരിക്കട്ടെ പ്രസാദേ. ഫീൽ അറ്റ് ഹോം. വിടർന്ന കണ്ണുകളോടെ അവൾ അയാളെ നോക്കി നിന്നു. നീ ഉക്കാരുങ്കോ കാദംബരി. പൗലോസ് തമിഴ് പേശി. ഇവൻ നമ്മ ഫ്രണ്ട് പ്രസാദ്, പെരിയ ഓഫീസർ. കാദംബരി കൈകൂപ്പി. പ്രസാദും കൈകൂപ്പി. പൗലോസിൻ്റെ കണ്ണുകളിൽ കുസൃതിയുടെ തിളക്കം. നീ ഇന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നട പ്രസാദേ. വന്നത് നന്നായി. നാളെ എക്സിബിഷൻ മാച്ച് തുടങ്ങുക. പിന്നെ കാണാനോ സംസാരിക്കാനോ സൗകര്യം കിട്ടത്തില്ല. നിനക്കിന്ന് പോകേണ്ടല്ലോ. നമുക്കിവിടെ കൂടിക്കളയാം. എന്താ? പോരാ, എനിക്കുടനെ പോകണം. ചെന്നിട്ട് വേണം രാമേട്ടൻ്റെ കൂടെ ഒരു ബന്ധുവിനെ കാണാൻ പോകാൻ. നേരത്തെ ഫിക്സ് ചെയ്ത കാര്യമാ, പ്രസാദ് തിടുക്കത്തിൽ പറഞ്ഞു. നീ ഒരു ബോറൻ തന്നെ. പൗലോസ് കാദംബരിയെ നോക്കി ഒന്ന് ചിരിച്ചു. നിന്നെ ഞാൻ എന്തു തന്ന് സൽക്കരിക്കാനാ പ്രസാദേ? മദ്യമാണെങ്കിൽ ഞാൻ ഇനി കുറേ നാളത്തേക്ക് കൈകൊണ്ട് തൊടുകയില്ല. നാളെ കളി തുടങ്ങുക. ഇത്തവണ 5 കളിക്കാരെയെങ്കിലും ഞാനിവിടുന്ന് തപ്പി ടാറ്റായിൽ കൊണ്ടുപോകും. തമിഴ്നാട്ടിൽ നല്ല ശിങ്കക്കുട്ടികളുണ്ട്. ടാറ്റായുടെ ടീമിലെ കളിക്കാരനാകുക എന്ന് പറഞ്ഞാൽ എന്നതാ കൊച്ചു കാര്യം വല്ലതുമാണോ? അന്തസ്സുള്ള ഉദ്യോഗം, കൈനിറയെ പണം, ഗ്ലാമർ, സൗജന്യയാത്ര. കാദംബരിയുടെ കറുത്ത കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. എനിക്ക് പോകാൻ ധൃതിയുണ്ട് പൗലോസേ.
എഴുന്നേറ്റുകൊണ്ട് പ്രസാദ് പറഞ്ഞു, നീ നന്നാവില്ല, അതെനിക്ക് പണ്ടേ അറിയാം. ഷർട്ടെടുത്തിട്ട് പൗലോസ് പ്രസാദിന് പിന്നാലെ മുറിയിൽ നിന്നിറങ്ങി. അയാൾ പിന്നിൽ വാതിൽ ചാരി. വരാന്തയിലെ റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് പൗലോസ് നിന്നു. ആരെന്നറിയാമോ മധുരക്കനി? മുത്തുമാരൻ്റെ കെട്ടിയോള കാദംബരി. മുത്തുമാരൻ ചേരൻ ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറാണിപ്പോൾ. കളിക്കാരൻ. നാളെ അവൻ നന്നായി കളിച്ചാൽ ടീമിലേക്ക് ഞാനവനെ സെലക്ട് ചെയ്യും, പൗലോസ് പറഞ്ഞു. പ്രസാദ് ഒന്നും പറഞ്ഞില്ല. നീ ഇതൊന്നും കാര്യമായിട്ടെടുക്കരുത്, പ്രസാദിന്റെ ചുമലിൽ മൃദുവായി തട്ടിക്കൊണ്ട് പൗലോസ് പറഞ്ഞു. ഈ ജീവിതമെന്ന് പറഞ്ഞാൽ എന്തുവാ? ഞങ്ങളുടെ തിരുവിതാംകൂർ കുഞ്ഞോനാച്ചൻ പറഞ്ഞതുപോലെ അരനാഴിക നേരത്തെ കാര്യം മാത്രം. എന്തിനാ പിന്നെ നമ്മൾ അമർത്തിവെച്ചും വരിഞ്ഞുകെട്ടിയും സദാചാരം പാലിക്കാൻ ശ്വാസം മുട്ടി നടക്കണത്? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പൗലോ. സമയമില്ലാഞ്ഞിട്ടല്ലേ ഞാനിപ്പോൾ പോകുന്നത്. പോകും മുൻപ് ഇനിയും ഞാൻ വരാം, പ്രസാദ് പറഞ്ഞു. ഒരു കാര്യം മറന്നു, പൗലോസ് പെട്ടെന്ന് പറഞ്ഞു. നിനക്ക് ഷറഫുദ്ദീനെ പരിചയപ്പെടണ്ടേ? നിർബന്ധമില്ല, അവനിപ്പോൾ മുറിയിലില്ല. കുറച്ചു മുൻപേ ഒരു പെണ്ണു വന്നിരുന്നു. ഇതുങ്ങളൊക്കെ എവിടുന്ന് പറന്നു വരുന്നെന്ന് കർത്താവിന് മാത്രം അറിയാം. രണ്ടും കൂടെ ഇപ്പോൾ ഇറങ്ങിയതേയുള്ളൂ. റെസ്റ്റോറൻറ്റിൽ കണ്ടേക്കും. വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം, പൗലോസ് പറഞ്ഞു. വേണ്ട പൗലോ, ആ കല്യാണാലോചന അവർ വേണ്ടെന്ന് വെച്ചോ, പ്രസാദ് താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. അത് നന്നായി. എന്നാലും അവൻ പരിചയപ്പെടേണ്ട വ്യക്തിയാ. അപ്പോൾ താഴെ പാർക്ക് ചെയ്തിരുന്ന കാറുകളുടെ കൂട്ടത്തിൽ നിന്ന് തിളങ്ങുന്ന ഒരു ചുവന്ന സ്പോർട്സ് കാർ സ്റ്റാർട്ടായി. അത് മിന്നൽ വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞുപോയി. ദാ പോണു, അതവനാ ഷറഫ്. അവളെ എങ്ങാണ്ട് കൊണ്ടുപോകുകയാ. അസൂയ കലർന്ന ആദരവോടെ പൗലോസ് പറഞ്ഞു. പ്രസാദ് പെട്ടെന്ന് യാത്ര പറഞ്ഞിറങ്ങി. വീട്ടിലേക്ക് പോകുമ്പോൾ അയാൾ ആശ്വസിക്കുകയായിരുന്നു. മൈഥിലി വരാഞ്ഞത് എത്ര നന്നായി. അവളുടെ മുന്നിൽ നാണം കെട്ടു പോയേനെ. പ്രസാദ് വീട്ടിലെത്തിയപ്പോൾ അവിടെ മൈഥിലി ഉണ്ടായിരുന്നില്ല. പ്രേമചേച്ചി അവളെയും കൊണ്ട് അടുത്തുള്ള ഏതോ കോവിലിൽ പോയിരിക്കുകയായിരുന്നു. അവൾ വന്നപ്പോൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ പ്രസാദിനെ കണ്ട് അത്ഭുതപ്പെട്ടു. എന്താ ഇത്ര വേഗം പോന്നത്? അവൾ ചോദിച്ചു. ഇന്ന് കളിയില്ലായിരുന്നു. തീർന്നു ചോദ്യം. അവൾ അമ്മയുടെ അടുത്ത് ചെന്ന് ഓരോന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഷറഫുദ്ദീനെ കണ്ടോ എന്ന് അവൾ ചോദിക്കുമെന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷെ അതേപ്പറ്റി അവൾ ഒന്നും ചോദിച്ചതേയില്ല. ചോദിക്കുമോ എന്നറിയാൻ അക്കാര്യത്തെക്കുറിച്ച് അയാൾ ഒന്നും പറഞ്ഞുമില്ല. രാത്രി ഇരുവരും തനിച്ചായപ്പോൾ പ്രസാദ് പറഞ്ഞു, പൗലോസിന്റെ തൊട്ടടുത്ത മുറിയാണ് ഷറഫുദ്ദീൻ്റേത്. അവൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു. കഥാപുരുഷനെ കണ്ടോ എന്നെന്താണ് നീ ചോദിക്കാത്തത്? ശരി, കണ്ടോ? കണ്ടില്ല. ഞാൻ ചെന്നപ്പോഴേക്കും ഇപ്പോഴത്തെ കാമുകിയുമായി എങ്ങോട്ടോ പോയി കളഞ്ഞു. അത് കഷ്ടമായി പോയല്ലോ. മൈഥിലി കപടഖേദം കാട്ടി. സത്യത്തിൽ എനിക്കവനോട് ആരാധന തോന്നുന്നു, പ്രസാദ് പറഞ്ഞു. ആണായാൽ ഇങ്ങനെ തന്നെ വേണം. കൈയൊന്നു ഞൊടിച്ചാൽ ഏതു പെണ്ണും കാൽക്കൽ. എങ്കിൽ പോയി ശിക്ഷിപ്പെടണം, അവൾ പരിഹസിച്ചു. ചില പാഠങ്ങൾ നിനക്കും അറിയാമല്ലോ, അതാദ്യം പഠിപ്പിച്ചതാ. മൈഥിലി ഒന്നും പറയാതെ കിടന്നു. ഇരുട്ടിൽ അവൾ നിശബ്ദമായി കരയുകയാണെന്ന് അയാൾക്ക് തോന്നി. അയാൾ അവളുടെ കവിളിൽ കൈവച്ചു നോക്കി. കവിളുകൾ നനഞ്ഞിരുന്നു. ഞാൻ വെറുതെ. അയാൾ അവളെ കെട്ടിപ്പുണർന്നു. കാഴ്ച കാണുവാൻ 4 ദിവസമാണ് അവർ മാറ്റിവെച്ചത്. രാമേട്ടനാണ് അവരെ എല്ലായിടത്തും കൊണ്ടുപോയത്. ഒരു ദിവസം അവർ മഹാബലിപുരത്തും പോയി. പ്രേമചേച്ചി യാത്ര ചെയ്യാനുള്ള അവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് ഗീതുമോൾ മാത്രമേ അവരോടൊപ്പം പോയുള്ളൂ. പ്രസാദ് പിന്നീട് പൗലോസിനെ കാണാൻ ശ്രമിച്ചില്ല. കളി നടക്കുന്നുണ്ടായിരുന്നെങ്കിലും അത് കാണാനും പോയില്ല. മുത്തുമാരന് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിക്കാണുമെന്ന് അയാൾ ഊഹിച്ചു. അപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ വരുന്നില്ല അല്ലേ? തിരിച്ചു പോരുന്നതിൻ്റെ തലേദിവസം പ്രസാദ് അമ്മയോട് ചോദിച്ചു. ഈ സ്ഥിതിയിൽ പ്രേമയെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെയാ? ഞാൻ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ. ഉടനെ വരണമെന്നില്ല. അല്ല, മൈഥിലിക്ക് ആവശ്യമായി വരുമ്പോഴത്തേക്ക് അമ്മയെ വിട്ടേക്കാം. എന്താ? രാമേട്ടൻ അർത്ഥം വെച്ചു പറഞ്ഞു. മൈഥിലിക്ക് ലജ്ജ വന്നു. ആ കൊച്ചിനെ നിങ്ങൾ വെറുതെ കളിയാക്കാതെ, പ്രേമചേച്ചി രാമേട്ടനെ ശാസിച്ചു. അമ്മയെ കൂടാതെയാണ് പ്രസാദും മൈഥിലിയും തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. പ്രേമചേച്ചി ഭാഗ്യവതിയാണ്. ട്രെയിനിലിരിക്കുമ്പോൾ മൈഥിലി പറഞ്ഞു, എന്താ ഇത്ര സ്നേഹസമ്പന്നനായ ഭർത്താവിനെ കിട്ടിയതിൽ? എന്തൊരു ചേർച്ചയാണ് അവർ തമ്മിൽ. എപ്പോഴും കളിയും ചിരിയും. ഞാൻ അത്ര സ്നേഹസമ്പന്നനല്ലെന്നാണോ ഈർഷ്യ ഭാവിച്ച് പ്രസാദ് ചോദിച്ചു. ഷോ, ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നമ്മളെക്കാളൊക്കെ പ്രായമില്ലേ രാമേട്ടന്? പക്ഷെ ഇപ്പോഴും കുട്ടികളുടെ സ്വഭാവമല്ലേ? ഏതു കാര്യവും തമാശയാണ്. രാമേട്ടനെ എനിക്കും ഇഷ്ടമാണ്, പ്രസാദ് പറഞ്ഞു. ട്രെയിൻ 1 മണിക്കൂറോളം ലേറ്റായിരുന്നു. കൊല്ലത്തെത്തിയപ്പോൾ 11 മണി കഴിഞ്ഞു. പ്രസാദേട്ടാ, ദാഹിക്കുന്നല്ലോ, മൈഥിലി പറഞ്ഞു. സ്റ്റേഷനിലെ ചായയും
നാരങ്ങ വെള്ളവും ഒന്നും വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല. ഞാൻ പോയി ഫ്രൂട്ടി വാങ്ങിച്ചു കൊണ്ടുവരാം, പ്രസാദ് പറഞ്ഞു. അയാൾ വേഗം സ്റ്റാളിന് നേരെ നടന്നു. പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ഒരു ടിക്കറ്റ് എക്സാമിനർ അപ്പോഴാണ് 1-ാം ക്ലാസ് കൂപ്പയുടെ ജനലയ്ക്കടുത്തിരുന്ന മൈഥിലിയെ കണ്ടത്. അയാൾ അവളുടെ അടുത്തേക്ക് ചെന്നു. മൈഥിലി എന്നല്ലേ പേര്? സംശയത്തോടെ അയാൾ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പ്രഭാകരനാണ്. മനസ്സിലാവാത്ത മട്ടിൽ അവൾ അയാളെ നോക്കി. ഞാൻ ഷറഫുദ്ദീൻ്റെ ഫ്രണ്ടാണ്. ട്രിവാൻഡ്രത്ത് ഒരു ടീമിലാണ് ഞങ്ങൾ കളിച്ചിരുന്നത്. അന്ന് ഷറഫ് നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, അയാൾ പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് പ്രസാദ് വന്നത്. അയാൾ പെട്ടെന്ന് നിന്നു. ഞാൻ ഓർക്കുന്നില്ല, അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു. കയ്യിലിരുന്ന വാരിക തുറന്ന് അവൾ വായിക്കാൻ തുടങ്ങി. ടിക്കറ്റ് എക്സാമിനർ പിന്നെ അവിടെ നിന്നില്ല. അയാൾ തൊട്ടുമുന്നിലുള്ള ബോഗിയിൽ ചെന്ന് കയറുന്നത് പ്രസാദ് കണ്ടു. പ്രസാദ് ഫ്രൂട്ടിയുമായി ചെന്നപ്പോൾ മൈഥിലി വിവരണവദനയായി ഇരിക്കുകയായിരുന്നു. എന്തുപറ്റി? നീ വല്ലാതെ? ഓ, ഒന്നുമില്ല. ഇത് കുടിക്ക്. ഫ്രൂട്ടി അയാൾ അവൾക്ക് കൊടുത്തു. എൻ്റെ ഒരു പരിചയക്കാരൻ തൊട്ടടുത്ത ബോഗിയിലുണ്ട്. ഞാൻ അവിടെ കയറുകയാണ്. അടുത്ത സ്റ്റേഷനെത്തുമ്പോൾ വന്നേക്കാം, ഓക്കെ? അവളുടെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ അയാൾ പുറത്തേക്കിറങ്ങി വേഗം മുന്നിലുള്ള ബോഗിയിൽ കയറി. വണ്ടി നീങ്ങി. പ്രസാദ് നേരെ ടിക്കറ്റ് എക്സാമിനറുടെ അടുത്തേക്കാണ് ചെന്നത്. അയാളുടെ കറുത്ത ഓവർകോട്ടിൽ KR പ്രഭാകരൻ എന്ന ബാഡ്ജുണ്ടായിരുന്നു. മിസ്റ്റർ പ്രഭാകരനല്ലേ? പ്രസാദ് ചോദിച്ചു. അതെ, ഞാൻ ജയപ്രസാദ്. തിരുവനന്തപുരത്താണ്. ഒരു പൗലോസിനെ അറിയാമോ? ഇപ്പോൾ ടാറ്റായിൽ കോച്ചായ. കൊള്ളാം, അറിയുമോന്നോ? നിങ്ങൾ തമ്മിൽ? എൻ്റെ അടുത്ത സുഹൃത്താണ്. കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്ത് വന്നപ്പോൾ പലതും സംസാരിക്കുന്ന കൂട്ടത്തിൽ താങ്കളെപ്പറ്റിയും പറഞ്ഞു. അത്ഭുതകരമായിരിക്കുന്നല്ലോ. ഞാനിപ്പോൾ അവൻ്റെ കാര്യം ഓർത്തതേയുള്ളൂ. അന്നത്തെ ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ്റെ പഴയ ഒരു ഗേൾ ഫ്രണ്ട് ഈ ട്രെയിനിലുണ്ട്. അവളെ കണ്ടപ്പോൾ അന്നത്തെ പഴയ കാലമൊക്കെ എനിക്ക് ഓർമ്മ വന്നു, പ്രഭാകരൻ പറഞ്ഞു. ഷറഫുദ്ദീൻ്റെ കാര്യമായിരിക്കും. സ്ത്രീ വിഷയത്തിൽ അയാളൊരു വീരനായിരുന്നെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പ്രസാദ് അയാളെ പ്രോത്സാഹിപ്പിച്ചു. ഷറഫിൻ്റേത് പ്രത്യേക സ്റ്റൈലാണ്. ആഗ്രഹം തോന്നിയാൽ ഏതു പെണ്ണിനെയും അവൻ കയറി പരിചയപ്പെടും. പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. അവൻ പറയുന്നിടത്ത് അവൾ ചെല്ലും. ഒരിക്കൽ അവൻ്റെ അടുത്ത് ചെന്നാൽ പിന്നെ എന്നും അവളവൻ്റെ അടിമയാണ്. ഞങ്ങളവനെ ഡ്രാക്കുള എന്നാണ് കളിയായി വിളിച്ചിരുന്നത്. പക്ഷെ പെരുമാറ്റത്തിൽ ഷറഫിനെ പോലെ ജെന്റിൽമാനായ ഒരാളെയും ഞാനിതുവരെ കണ്ടിട്ടില്ല. വണ്ടി വർക്കല എത്തിയപ്പോഴാണ് പ്രസാദ് മൈഥിലിയുടെ അടുത്തേക്ക് വന്നത്. പ്രസാദേട്ടൻ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു, മൈഥിലി പരിഭവിച്ചു. എന്തിനെന്നോ? എന്നെ തനിച്ചാക്കിയിട്ട്. അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചിട്ട് സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചു. വണ്ടി അതിവേഗം ഓടുകയായിരുന്നു. വണ്ടി തൻ്റെ തലച്ചോറിലൂടെയാണ് ചീറിപ്പായുന്നതെന്ന് അയാൾക്ക് തോന്നി. അധ്യായം 16. എന്നും ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് അന്നും പ്രസാദ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത്. അയാൾ പക്ഷേ ഓഫീസിലേക്കല്ല പോയത്. പട്ടത്തുനിന്ന് നേരെ പാളയത്തേക്കാണ് പോയത്. യൂണിവേഴ്സിറ്റി ടവർ ക്ലോക്കിൽ അപ്പോൾ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റായിരുന്നു. മീര ഓഫീസിൽ വന്നിട്ടുണ്ടാവുമോ? പ്രസാദ് കുറച്ചു നേരം പുറത്ത് ചുറ്റിപ്പറ്റി നിന്നിട്ട് അവളുടെ സെക്ഷനിലേക്ക് ചെന്നു. മീര എന്തോ ധൃതിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ. അയാൾ അവളുടെ മുന്നിൽ ചെന്ന് നിന്നിട്ടും അവളതറിഞ്ഞില്ല. അയാൾ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൾ തലയുയർത്തി നോക്കിയത്. പ്രസാദിനെ കണ്ടപ്പോൾ അവിശ്വാസമോ അമ്പരപ്പോ ഒക്കെ അവളുടെ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. അവളുടെ നെറ്റി മുറിഞ്ഞത് കാരണം പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നു. പ്രസാദ്, മീര പുറത്തേക്ക് വരൂ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്, അയാൾ കഴിയുന്നതും ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്തു കാര്യം? പറയാം, പുറത്തേക്ക് വരൂ. അയാൾ വെളിച്ചത്തിലേക്ക് നടന്നു. അവൾ എഴുന്നേറ്റ് പിന്നാലെ ചെന്നു. വരാന്തയിലെ തടിയൻ തൂണിൻ്റെ അടുത്ത് ചെന്ന് അവൾ നിന്നു. എന്ത് കാര്യമാണ്? മീര ചോദിച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാനുള്ളതല്ല മീരെ അതെല്ലാം. നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് സ്വസ്ഥമായി സംസാരിക്കാം. അത് വേണ്ട, എനിക്ക് ഒരുപാട് ജോലി തീർക്കാനുണ്ട്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ പ്രസാദ് വേഗം പറയൂ. നീ വരില്ല അല്ലേ? ഇല്ല, അവൾ പറഞ്ഞു. നീ പഴയതെല്ലാം മറന്നുപോയോ മീരെ? നമ്മൾ അന്യോന്യം എത്ര സ്നേഹിച്ചിരുന്നു. നമ്മൾ ഒന്നിച്ച് എവിടെയെല്ലാം എന്തെല്ലാം. പ്രസാദിൻ്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. പോയ ഒരു വസന്തകാലത്തിൻ്റെ ഓർമ്മ പോലെ അതെല്ലാം അവളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. ഒരുപാട് പൊട്ടിച്ചിരികളും നിറമുള്ള പകലുകളും പിണക്കങ്ങളും കണ്ണീരും അത്ഭുതകരമായ യാഥാർത്ഥ്യങ്ങളും സഫലമാകാത്ത സ്വപ്നങ്ങളും. പക്ഷേ പ്രസാദ് ഇന്ന് പഴയ കാമുകനല്ല, ഉത്തരവാദിത്തമുള്ള ഭർത്താവാണ്, അവൾ ഓർമ്മിപ്പിച്ചു. സ്വിച്ചിടുമ്പോൾ വരികയും ഓഫാക്കുമ്പോൾ പോവുകയും ചെയ്യുന്ന ഒന്നാണോ അപ്പോൾ സ്നേഹം? അയാൾ ചോദിച്ചു.
മനസ്സിലാകാത്ത മട്ടിൽ അവൾ നോക്കി. ഞാൻ എന്ന മൈഥിലിയുടെ ഭർത്താവായോ? അന്ന് നീ എന്നോടുള്ള സ്നേഹത്തിൻ്റെ സ്വിച്ച് ഓഫാക്കിയല്ലേ? അയാൾ സമനില തെറ്റിയവനെപ്പോലെ ചോദിച്ചു. പ്രസാദ് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അയാൾ ഷേവ് ചെയ്തിട്ട് 2 ദിവസമായിരുന്നു. വേഷത്തിൽ ഒരു ശ്രദ്ധയും കാണിച്ചിരുന്നില്ല. കണ്ണുകളിൽ ഉറക്കമില്ലായ്മയുടെ മങ്ങലുണ്ടായിരുന്നു. മീരെ, ആരോടെങ്കിലും എനിക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം. അതിന് നീയല്ലാതെ വേറെ ആരെയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. കോഫി ഹൗസിന് മുന്നിൽ ഞാൻ കാത്തു നിൽക്കും. 1/2 മണിക്കൂറിനുള്ളിൽ നീ അവിടെ വരണം. വന്നില്ലെങ്കിൽ ഞാൻ പോകും. പിന്നെ ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. അയാൾ പെട്ടെന്ന് പടികളിറങ്ങി പൊള്ളുന്ന വെയിലിലേക്ക് നടന്നു. എന്തു ചെയ്യണമെന്നറിയാതെ മീര അത് നോക്കി നിന്നു. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിലെ ഫുട്പാത്തിൽ കൈവരിയിൽ ചാരി പ്രസാദ് നിന്നു. ഒന്നിനു പിന്നാലെ ഒന്നായി അയാൾ സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. വാഹനങ്ങൾ നിരത്തിലൂടെ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. ആളുകൾ ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. അയാൾ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അയാൾ വാച്ചിലെ സൂചികളുടെ ചലനം മാത്രം നോക്കി നിന്നു. അയാൾ പറഞ്ഞ 1/2 മണിക്കൂർ കടന്നുപോയി. മീര വന്നില്ലെങ്കിൽ ഞാൻ അവളെ ഇനിയൊരിക്കലും കാണില്ല. അയാൾ തീരുമാനിച്ചു. ലോകത്തിൽ ഒരു സ്ത്രീയെയും ഞാൻ വിശ്വസിക്കില്ല. ജീവിതത്തിൽ ഒരു സ്ത്രീയെയും ഞാൻ സ്നേഹിക്കില്ല. ഒരു സ്ത്രീയെയും ഞാൻ. VJT ഹാളിന് മുന്നിലുള്ള വളവ് തിരിഞ്ഞ് അപ്പോൾ മീര സാവധാനം അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പ്രസാദ് അത് കണ്ടു. അയാളുടെ ഹൃദയം പെട്ടെന്ന് ആർദ്രമായി. ആദ്യം അയാളാണ് കോഫി ഹൗസിലേക്ക് പോയത്. പിന്നാലെ അവളും. ചെറിയ മുറിയിൽ ഒരു മേശയ്ക്ക് ഇരുപുറത്തുമുള്ള ഇരിപ്പിടത്തിലിരുന്നു കഴിഞ്ഞപ്പോൾ പ്രസാദ് ക്ഷമാപണത്തോടെ പറഞ്ഞു, സോറി മീര, പിന്നെ ശല്യപ്പെടുത്തണമെന്ന് എനിക്കൊട്ടും ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ടാണ്. മനസ്സിന് ഒരു സമാധാനവുമില്ല മീരെ. എന്തുപറ്റി പ്രസാദ്? അവൾ അനുകമ്പയോടെ ചോദിച്ചു. പറയുമ്പോൾ നീ എന്നെ പരിഹസിക്കരുത്. ഇല്ല, പറയൂ. നമ്മൾ പഠിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ ഒരു ഷറഫുദ്ദീനായിരുന്നു. നിനക്ക് അയാളെ അറിയാമോ? പ്രസാദ് ചോദിച്ചു. പരിചയമില്ല, എങ്കിലും അറിയാം. അവനും മൈഥിലിയും തമ്മിൽ പ്രേമത്തിലായിരുന്നു. ആര് പറഞ്ഞു ഇത്? വിശ്വസിക്കാനാവാതെ മീര ചോദിച്ചു. വേറെ ആരുമല്ല, മൈഥിലി തന്നെയാണ് പറഞ്ഞത്. തുറന്നു പറഞ്ഞെങ്കിൽ അത് മൈഥിലിയുടെ മഹത്വമാണ്. സത്യസന്ധ്യയായ ഒരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയതിൽ പ്രസാദ് സന്തോഷിക്കുകയാണ് വേണ്ടത്, മീര പറഞ്ഞു. മൈഥിലി അത് തുറന്നു പറഞ്ഞെങ്കിൽ അതിന് കാരണമുണ്ട്, അയാൾ പറഞ്ഞു. അവൾ ചോദ്യഭാവത്തിൽ നോക്കി. നമ്മൾ തമ്മിലുള്ള ബന്ധം അവൾക്കറിയാമായിരുന്നു. മീര ഞെട്ടിപ്പോയി. എങ്ങനെ? ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല. നമ്മെ ഒന്നിച്ച് പലതവണ അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്രേ. അതൊന്നുമല്ല മീരെ എന്നെ അലട്ടുന്നത്. ആ ഷറഫുദ്ദീനെക്കുറിച്ച് ഞാൻ കേൾക്കാൻ ഇടവന്ന കഥകൾ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു, അയാൾ പറഞ്ഞു. എന്തു കഥകൾ? അവന് ധാരാളം കാമുകിമാരുണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു മൈഥിലി. ശാരീരിക ബന്ധം പുലർത്തുന്നതിനപ്പുറം ആഴമില്ലാത്ത കൗതുകങ്ങളായിരുന്നു അവന് അതെല്ലാം. പ്രസാദ് ഒന്ന് നിർത്തി. പറയാൻ വാക്കുകൾ കിട്ടാത്തതുപോലെ അയാൾ ഉമിനീർ തടഞ്ഞു. മൈഥിലിയെ ഞാൻ മാരി ചെയ്യുമ്പോൾ അവളൊരു കന്യകയല്ലായിരുന്നെന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. മീര തരിച്ചിരുന്നു പോയി. ഒരു നീണ്ട നിമിഷത്തോളം അവൾ പ്രസാദിൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾക്ക് തീക്ഷ്ണമായ ആ നോട്ടം നേരിടാൻ കഴിഞ്ഞില്ല. അയാൾ മുഖം താഴ്ത്തി. പ്രസാദിൻ്റെ തോന്നലല്ലേ? അവൾ ചോദിച്ചു. അതെ, പക്ഷേ വെറും സംശയം കൊണ്ട് ഒരു ജീവിതം പന്താടാൻ പോവുകയാണോ പ്രസാദ്? വെറും സംശയമായിരിക്കാം. പക്ഷേ എനിക്കൊന്നും തീർച്ചയാക്കാൻ കഴിയുന്നില്ല മീരെ. അവനെപ്പറ്റി കേട്ട കഥകൾ വെറും കെട്ടുകഥകളല്ല. അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞതാണ്. കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു പെണ്ണിനെയും അവൻ വെറുതെ വിട്ടിട്ടില്ല. മൈഥിലി എന്തു പറയുന്നു? അവൾ എല്ലാം നിഷേധിക്കുകയാണ്. അവന് ചീത്ത ഉദ്ദേശങ്ങളാണുള്ളതെന്ന് മനസ്സിലായപ്പോൾ തന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിച്ചെന്നാണ് അവൾ പറയുന്നത്. പ്രസാദ് കാപ്പിക്കപ്പെടുത്തു മുത്തി. അത് തണുത്തുപോയിരുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? മീര ചോദിച്ചു. അയാൾ അത് കേൾക്കാൻ തയ്യാറായിരുന്നു. പരിശുദ്ധി സ്ത്രീക്ക് മാത്രം മതിയോ? പുരുഷനു വേണ്ടേ? പ്രസാദ് ഒന്നും പറഞ്ഞില്ല. വിവാഹത്തിനു മുൻപ് മൈഥിലിക്ക് ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നതുപോലെ പ്രസാദിനുമുണ്ടായിരുന്നല്ലോ ഒന്ന്. മൈഥിലിയുടെ പരിശുദ്ധിയെക്കുറിച്ച് പ്രസാദിന് തോന്നുന്ന ഈ സംശയം അവൾക്ക് പ്രസാദിനെക്കുറിച്ചും ഉണ്ടാവാമല്ലോ. അതിന് നമ്മൾ തമ്മിൽ ഒരിക്കലും. അയാൾ പ്രതിഷേധിച്ചു. ശരിയാണ്, പക്ഷേ അത് നമ്മൾക്കല്ലേ അറിയൂ. മൈഥിലിക്ക് വേണമെങ്കിൽ സംശയിക്കാമല്ലോ. അങ്ങനെ എന്തെങ്കിലും അവൾ പ്രസാദിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? മീര ചോദിച്ചു. ഇല്ല, അയാൾ പറഞ്ഞു. അപ്പോൾ മൈഥിലിയെ കുറ്റപ്പെടുത്തുവാൻ പ്രസാദിന് എന്തവകാശം? അയാൾ മിണ്ടിയില്ല. എന്തിനാണ് പ്രസാദ് ഇടുങ്ങിയ മനസ്സുള്ള ഭർത്താവിനെ പോലെ ചിന്തിക്കുന്നത്?
പരസ്പരം വിശ്വാസവും സ്നേഹവുമില്ലെങ്കിൽ ദാമ്പത്യം ഒരു നരകമായിരിക്കുമെന്ന് പ്രസാദിന് ഞാൻ പറഞ്ഞു തരണോ? അയാൾ നിശബ്ദനായി ഇരുന്നതേയുള്ളൂ. പൂർവ്വകാല കഥകളെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്നത് ആർക്കും ഒരു ഗുണവും ചെയ്യുകയില്ല പ്രസാദ്. ഭാര്യയെന്ന നിലയിൽ അവൾ 100% സത്യസന്ധത പുലർത്തുന്നുണ്ടോ എന്ന് മാത്രമേ പ്രസാദ് നോക്കേണ്ടതുള്ളൂ. പക്ഷേ ഭർത്താവെന്ന നിലയിൽ 100% സത്യസന്ധത പാലിക്കുവാൻ പ്രസാദും അപ്പോൾ ബാധ്യസ്ഥനാണ്. മീര പറഞ്ഞു. ഞാൻ എന്തു ചെയ്യണം മീരെ? കീഴടങ്ങിയതുപോലെ അയാൾ ചോദിച്ചു. മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലൂ. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ പ്രസാദ് കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഭാരം കുറഞ്ഞ മനസ്സുമായി അയാൾ യാത്ര പറഞ്ഞപ്പോൾ അവൾ വീണ്ടും ഓർമ്മിപ്പിച്ചു. 100% സത്യസന്ധതയുടെ കാര്യം മറക്കരുത്. എന്നെ കാണാൻ വന്നതുവഴി ശതമാനം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെ ഉണ്ടാവരുത്. എഗ്രീഡ്. നിബന്ധന ക്രൂരമാണ്, എങ്കിലും സമ്മതിച്ചിരിക്കുന്നു. ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. പ്രസാദ് നേരെ കേശവദാസപുരത്തേക്കാണ് പോയത്. രാവിലെ പോരുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മൈഥിലി നോക്കി നിന്നത് അയാൾക്ക് ഓർമ്മ വന്നു. അവൾ രാവിലെ ചായയുണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചെങ്കിലും അയാളത് കഴിച്ചില്ല. ട്രെയിനിൽ വെച്ച് ടിക്കറ്റ് എക്സാമിനർ പ്രഭാകരൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അയാൾ മൈഥിലിയോട് ചോദിച്ചില്ല. അയാളുടെ ഉള്ളിലിരുന്ന് പുകഞ്ഞു അതെല്ലാം. വീട്ടിൽ വന്നു കഴിഞ്ഞ് അയാളുടെ പ്രസാദമില്ലായ്മ കണ്ട് പല പ്രാവശ്യം മൈഥിലി കാരണം തിരക്കിയപ്പോഴാണ് അയാൾ ചോദിച്ചത്. കൊല്ലത്ത് വെച്ച് ആ ടിക്കറ്റ് എക്സാമിനർ നിന്നോടെന്താണ് സംസാരിച്ചത്? പെട്ടെന്ന് അവളുടെ മുഖം താഴ്ന്നു. നീ അയാളെ അറിയുമോ? ഇല്ല. അയാൾ നിന്നെ അറിയുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അയാളെ കാണാനാണോ പ്രസാദേട്ടൻ ട്രെയിനിന്റെ ബോഗി മാറി കയറിയത്? ഫ്രണ്ടിനെ കാണാനാണെന്ന് കള്ളം പറഞ്ഞത്? എന്തൊക്കെയാണ് അയാൾ എന്നെപ്പറ്റി പറഞ്ഞത്? നീ മറ്റവന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നെന്ന് പറഞ്ഞു. അത്രയല്ലേ പറഞ്ഞുള്ളൂ? എന്താ അതുപോരെ? അയാൾ ചോദിച്ചു. അത് ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത്. അയാൾ ശബ്ദമുയർത്തി. ഞാൻ അയാളോടൊപ്പം കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രസാദേട്ടന് തൃപ്തിയാകുമോ? എങ്കിൽ ഞാൻ അങ്ങനെ പറയാം. അവൾ ക്ഷോഭത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എനിക്ക് സത്യം മാത്രം പറഞ്ഞാൽ മതി. അത് പറയാൻ നിനക്കെന്താ ഇത്ര മടി? ഈശ്വര, എൻ്റെ ഒരു വിധി. ഇഷ്ടമില്ലെങ്കിൽ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കൂ. അവൾ പറഞ്ഞു. വീട്ടിലല്ല, നിന്നെ കാട്ടിലാണ് കൊണ്ടുചെന്നാക്കേണ്ടത്. അയാൾ പറഞ്ഞു. എന്നാലും അത് എത്ര ഭേദം. ഇത് ഇഞ്ചിഞ്ചായി. ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. പ്രസാദേട്ടന് എന്താണ് അറിയേണ്ടത്? എനിക്ക് ഷറഫുദ്ദീനെ പരിചയമുണ്ടായിരുന്നു. കളിക്കാരനെന്ന നിലയിൽ ആരാധനയും ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ വിരൽത്തുമ്പിൽ പോലും തൊടാൻ ഞാൻ അയാളെ അനുവദിച്ചിട്ടില്ല. അന്ന് പിരിഞ്ഞ ശേഷം ഞാൻ അയാളെ കണ്ടിട്ടുമില്ല. പക്ഷേ നീ അവൻ്റെ പടം വെച്ച് പൂജിക്കുന്നുണ്ടായിരുന്നല്ലോ. അയാൾ വാശിയോടെ പറഞ്ഞു. പ്രസാദേട്ടാ, ദൈവദോഷം പറയരുത്. പണ്ടെങ്ങോ ഞാൻ എടുത്തുവെച്ച പടമായിരുന്നു അത്. അതേക്കുറിച്ച് ഞാൻ അന്നേ മറന്നു. വീണ്ടും കണ്ടപ്പോൾ ഉടനെ ഞാനത് നശിപ്പിക്കുകയും ചെയ്തു. ഞാൻ എന്തു പറഞ്ഞാലും നിനക്കതിനെല്ലാം ന്യായീകരണമുണ്ടല്ലോ. അയാൾ അരിശത്തോടെ പറഞ്ഞു. എന്നാലിനി ഞാനൊന്നും പറയുന്നില്ല. അത് ഒരു ശീതസമരത്തിൻ്റെ തുടക്കമായിരുന്നു. അവർ അന്യോന്യം ഒന്നും സംസാരിക്കാതെയായി. അത്യാവശ്യം വേണ്ട കാര്യം 1-2 വാക്കിലറിയിച്ചു. രാത്രി ഒരേ കിടക്കയിൽ അപരിചിതരെ പോലെ ഉറങ്ങി. ആഹാരം കഴിച്ചില്ല. 3-ാം ദിവസമാണ് പ്രസാദ് മീരയെ കാണാൻ പോയത്. മീരയെ കണ്ടതിന് ശേഷം പ്രസാദ് വീട്ടിലെത്തിയപ്പോൾ മുൻവാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അയാൾ കോളിംഗ് ബെൽ പല പ്രാവശ്യം മുഴക്കിയെങ്കിലും വാതിൽ തുറക്കപ്പെട്ടില്ല. അയാളുടെ ഉള്ളുന്ന ആളെ മൈഥിലി, അയാൾ ഉറക്കെ വിളിച്ചു. അല്പം കഴിഞ്ഞ് വാതിൽ തുറക്കപ്പെട്ടു. പുറത്തേക്ക് പോകാനുള്ള വേഷത്തിലായിരുന്നു മൈഥിലി. നീ എന്തെടുക്കുകയായിരുന്നു ഇതുവരെ? ആശ്വാസത്തോടെ അയാൾ ചോദിച്ചു. ഞാൻ സാരി മാറുകയായിരുന്നു. കരഞ്ഞു വിങ്ങിയ മുഖവുമായി അവൾ പറഞ്ഞു. എവിടെ പോകാൻ? പൂജപ്പുരയിൽ. എന്തിന്? എനിക്ക് അമ്മയെ കാണണം. അവൾ പറഞ്ഞു. പോകണമെന്ന് എന്നോടെന്താണ് പറയാത്തത്? ഇപ്പോഴാ തീരുമാനിച്ചത്. പറയാൻ വേണ്ടി ഓഫീസിലേക്ക് ഫോൺ ചെയ്തപ്പോൾ അവിടെ ഇതുവരെ ചെന്നില്ലെന്നാ അവർ പറഞ്ഞത്. അവൾ പറഞ്ഞു. ഞാൻ സിറ്റിയിൽ പോയിരിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞു. എന്തിനു പോയെന്നോ ആരെ കാണാൻ പോയെന്നോ അവൾ ചോദിച്ചില്ല. ചോദിച്ചാൽ സത്യം പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. നിനക്ക് ഇന്ന് തന്നെ അത്യാവശ്യമായും പോകണോ? അയാൾ ശാന്തമായി ചോദിച്ചു. പോകണം. എനിക്ക് അമ്മയെ കാണണം. അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു. പോകാം, ഞാനും വരാം. അയാൾ പറഞ്ഞു. പക്ഷേ എനിക്ക് വിശക്കുന്നല്ലോ. ചോറ് വെച്ചില്ലേ? ഇല്ല. ഞാൻ വയ്ക്കുന്നതൊന്നും പ്രസാദേട്ടന് വേണ്ടല്ലോ. അവൾ സങ്കടത്തോടെ പറഞ്ഞു. വേണം, എനിക്കെല്ലാം വേണം. അയാൾ അവളെ കരവലയത്തിലൊതുക്കി. അവളുടെ കണ്ണീർ ചുണ്ടുകൊണ്ട് ഒപ്പിയെടുത്തു. അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. പൂജപ്പുരയിൽ വൈകുന്നേരം പോയാൽ പോരെ? മതി, ഞാൻ വേഗം ചോറുണ്ടാക്കാം. അവൾ പറഞ്ഞു.
വേണ്ട, നമുക്ക് പുറത്തുപോയി കഴിക്കാം. നല്ല കോഴി ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം എനിക്കറിയാം. അയാൾ പറഞ്ഞു. വേഗം റെഡിയാകൂ, നമുക്ക് പോകാം. ഈ സാരി മതി അല്ലേ? അവൾ സ്വയം ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു. മതി, ധാരാളം. അല്ലെങ്കിൽ അഴിച്ചിട്ടിട്ട് വേറൊന്നുടുക്കാം, അവൾ പറഞ്ഞു. അഴിക്കുന്നതൊക്കെ വന്നിട്ട്, അയാൾ കുസൃതിയോടെ പറഞ്ഞു. ലജ്ജയാണ് വന്നതെങ്കിലും അവൾ അയാളെ കണ്ണുരുട്ടി നാവ് നീട്ടി കാണിച്ചു. അടുത്ത ഭാഗം നാളെ.